ജർമ്മൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനാണ്. ചണ്ഡീഗഡിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് നാട്ടിലേക്കുള്ള ഏക ഡയറക്റ്റ് ട്രെയിനായ 1218 ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത് കേരള സമ്പർക്രാന്തിക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം വരെ പോകുന്നില്ല. ഞാൻ ചണ്ഡീഗഡിൽ നിന്ന് ഷൊർണൂർ വരെയാണ് യാത്ര ചെയ്യുന്നത്. കാരണം നല്ലോണം ലഗേജ് ഉണ്ട്. ഈ ലഗേജ് എല്ലാം കൊണ്ട് പോയി തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരാനുള്ള എനിക്കില്ല. ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ ദിവസമായി. ഞാനിപ്പോൾ ഏകദേശം 5 ദിവസമായിട്ട് ഇന്ന് ചണ്ഡീഗഡിലെത്തിയ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ നല്ലോണം ലഗേജ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ തിരുവനന്തപുരം വരെ പോകുന്നില്ല, നമ്മൾ ഷൊർണൂർ വരെ പോകുന്നുള്ളൂ. ഞാൻ പിന്നെ സ്റ്റേഷനിലേക്ക് തിരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ചണ്ഡീഗഡിലെ റെയിൽവേ സ്റ്റേഷൻ. മറ്റേ റീഡെവലപ്മെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് സത്യം പറഞ്ഞാൽ വണ്ടികളൊന്നും ശരിക്കും വരുന്നില്ല. അപ്പോൾ ഞാൻ വന്നതൊരു ടാക്സിക്കായിരുന്നു. ഗേറ്റ് വരെ വന്നുള്ളൂ. ഉള്ളിലേക്ക് കയറിയ ബ്ലോക്കിൽ വിടുമെന്ന് പറഞ്ഞ് അവന്മാർ ഉള്ളിലേക്ക് വരുന്നില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്, വേറെ ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ എക്സ്ട്രാ കൊടുത്താൽ വരുമായിരിക്കും, പക്ഷേ അവൻ വരാൻ റെഡിയായിരുന്നില്ല. പോട്ടെ, സാരമില്ല. അപ്പോൾ ഇതാണ് ചണ്ഡീഗഡ് സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ്. പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡാണ്, ചണ്ഡീഗഡ് സൈഡാണ്. പഞ്ച്കുള സൈഡിൽ വേറെ ബിൽഡിംഗ് വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 6 സെൻ്റാണ്. നമുക്ക് ഇതുവഴി എൻ്റർ ചെയ്യാം. സ്റ്റേഷനുള്ളിലോട്ട് കയറി ട്രെയിനിൽ ലഗേജൊക്കെ വെച്ച് പൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കോ കാണാൻ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാൻ തരും. ഇവിടെ പുറത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ചിരിക്കുന്നത്. കയറുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്കും മറ്റുമുണ്ട്. മൊത്തത്തിലൊരു എയർപോർട്ട് സ്റ്റൈൽ ചെയ്യണം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വർക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർച്ചർ പ്ലാറ്റ്ഫോം നമ്പർ 6 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പഞ്ച്കുള സൈഡിൽ പോകണം. മീൻ വൈൽ ഡൽഹിയിൽ നിന്ന് ആംബണ്ടൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നത് കാണിക്കുന്നുണ്ട്. നമ്മൾ കാണിച്ചിട്ട് ലിഫ്റ്റ് കയറി പോകണം. ഇതാണ് സ്റ്റേഷൻ്റെ മെയിൻ ടെർമിനൽ ബിൽഡിംഗ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എയർപോർട്ട് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഫുട് ഓവർബ്രിഡ്ജിലോട്ട് കയറാൻ ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വന്ദേ ഭാരതിനെ കണ്ടിട്ട് ആ ലിഫ്റ്റിന് കാര്യങ്ങൾ പോവാം. വന്ദേ ഭാരതിനെ കാണാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞു. ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടാൻ നമ്മൾ പാടുപെടും. കാര്യം ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടെ നല്ല സ്കൈ ഡെക്കിൻ്റെ വർക്ക് നടക്കാണ്. ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ തടിയും കൊണ്ട് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സ്കൈ ഡെക്കിലേക്ക് എത്താൻ എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ഉണ്ട്. ഇതാണ് സ്കൈ ഡെക്ക്. സ്കൈ ഡെക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാണ് സ്കൈ ഡെക്ക്. നല്ല ഇങ്ങനത്തെയാണ് ഫുട് ഓവർബ്രിഡ്ജുകൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇനി വരാൻ പോകുന്നത്. അടിപൊളിയായിട്ടില്ലേ? നമുക്കെന്നാൽ പ്ലാറ്റ്ഫോം 6 പോകാം. നല്ല വീതിയുള്ളതുകൊണ്ടേ 6 പ്ലാറ്റ്ഫോമിൽ നീളം നടന്നു നമ്മൾ അറിഞ്ഞില്ല. ഇങ്ങനെ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. അവിടെയായിട്ട് കൂടുതൽ ലിഫ്റ്റുകളുണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയി കയറാം. ഒരുപാട് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 2 ഒന്നല്ല, ഇഷ്ടംപോലെ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പ്ലാറ്റ്ഫോം 6 എൻ്റെ കോച്ച് ഏറ്റവും പുറകിലാണ്, A2 നമ്മളിന്ന്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ വെച്ച് ചങ്ങലിട്ട് പൂട്ടിയിട്ട് നമുക്ക് ലോക്കോ കാണാനും വെള്ളം മേടിക്കാനൊക്കെ പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കോച്ച് A2 224205C RCF കപ്പൂർത്തല ബിൽഡിനത്. ഞാൻ ഓൾറെഡി ലഗേജൊക്കെ കയറ്റി വെച്ചു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു സൈഡ് അപ്പർ ബർത്താണ്. നമ്മുടെ ബിൽഡേഴ്സ് പ്ലേറ്റ് ഒക്ടോബർ 2022 ബിൽഡാണ്. ഒരു സൈഡ് അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയത്. എനിക്ക് സൈഡ് അപ്പർ ഇഷ്ടമല്ല. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതാണ് അടുത്ത 2 ദിവസത്തേക്കുള്ള എൻ്റെ വീട്. ചാർജറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്. ഈ സൈഡ് അപ്പർ ഇഷ്ടമല്ല. കാരണം സൈഡ് അപ്പർ കിട്ടി കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ഇതാണ് റെഗുലർ ബർത്ത്. സൈഡ് അപ്പർ കിട്ടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം ലോവറുകാരൻ കട്ടൺ അടച്ചിട്ട് അവൻ ഫുൾ ടൈം കിടക്കും. അപ്പുറം ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ബർത്തിന് മുകളിൽ കയറി ഇരിക്കണം. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു തലവേദന. അപ്പോൾ സമയം ഇപ്പോൾ 8:59. ഞാൻ എൻ്റെ ലഗേജൊക്കെ വെച്ച് പൂട്ടി. ഇനി നമുക്കെന്നാൽ പതുക്കെ പോയി നമ്മുടെ ലോക്കോ ആണെങ്കിൽ ലോക്കോ വന്നിട്ടില്ല. എനിക്ക് പാൻറ്റോ കാണാണ്ട് വിടുന്നു. നമുക്ക് നമ്മുടെ ലോക്കോ കണ്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 39104 ഗാസിയാബാദിൻ്റെയാണ്. അവരാണ് ഇവിടുന്ന് തിരുവനന്തപുരം വരെ ട്രെയിൻ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ട്രെയിൻ ബോർഡ്. ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്തിൽ വണ്ടിയുടെ പേര് അവർ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ.
എങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോകാം. എനിക്ക് പോകുന്ന വഴിക്ക് വെള്ളം ഒക്കെ മേടിക്കാനുണ്ട്. ഏറ്റവും പുറകിൽ നമ്മുടെ കോച്ച്. ഞാൻ 4 കുപ്പി വെള്ളം മേടിക്കാനാണ് പോയത്. അവൻ പറഞ്ഞാൽ 5 എടുത്ത് 70 രൂപയാണ്. നമുക്ക് എന്തായാലും ഈ ഫുൾ യാത്ര ചെയ്യുമ്പോഴേക്ക് 5 കുപ്പി ആവശ്യം വരും. ഹൗഡയുടെ 30795 ജസ്റ്റ് ഷണ്ട് ചെയ്ത് നടക്കുകയാണ് ഇവിടെ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6 പുതിയ പ്ലാറ്റ്ഫോമാണെന്ന് ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പണ്ട് ഈ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അത് നമുക്കൊരു പുതിയ അറിവാണ്. ഞാൻ പണ്ട് വന്നിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു 3 പ്ലാറ്റ്ഫോം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഓർമ്മ. എത്ര ഓർമ്മയില്ല. ഇപ്പോഴത്തെ സൈഡിൽ 2 ലോക്കോസ് ഇടക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് ചണ്ഡീഗഡ് ഭാഗത്തേക്കും പോകാൻ പറ്റും, കാൽക്ക ഭാഗത്തേക്കും പോകാൻ പറ്റും. അങ്ങനെ നങ്കൽ ഡാം ആ സൈഡിലേക്കും പോകാൻ പറ്റും ഇവിടുന്ന് കേട്ടോ. ഈ സൈഡിലേക്ക് നമ്മൾ ഇപ്പുറത്തോട്ടാണ്, നമ്മുടെ ഡയറക്ഷൻ ഇതാണ്. ഈ ഡയറക്ഷനാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റാൻ സാധ്യതയില്ല, കാര്യം എനിക്കിന്ന് വളരെ ലൈറ്റായിട്ട് കാണുന്നുള്ളൂ. സ്റ്റാർട്ടറായിട്ടുണ്ട്. സമയം 9:27 സ്റ്റാർട്ടായി. ഇപ്പോൾ 9:28 നമ്മൾ കറക്റ്റ് ടൈമിന് പുറപ്പെടും. സമയം 9:30. അതെ വിട്ടു വണ്ടി. നല്ല സ്മൂത്ത് ഡിപ്പാർച്ചർ. 9:30 കൃത്യം. പണ്ട് 2009 ഞാൻ ചണ്ഡീഗഡിൽ വന്നിട്ടുണ്ട്. അന്ന് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറയുന്നത് സദേൺ റെയിൽവേ ട്രെയിനായിരുന്നു. 2653 എന്നായിരുന്നു ട്രെയിൻ നമ്പർ. കൊച്ചുവേളിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് വരുന്ന കേരള സമ്പർക്രാന്തി സദേൺ റെയിൽവേയുടെ വണ്ടിയായിരുന്നു. അന്ന് ചണ്ഡീഗഡിലേക്കാണ് വന്നത്. കേരളത്തിൽ നിന്ന് ചണ്ഡീഗഡിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത് 2009. അന്ന് WDP3 ആയിരുന്നു നമ്മുടെ ലോക്കോ ലിങ്ക് വഡോദര വരെ. അവിടുന്ന് വഡോദരയുടെ ഒരു വാപ്പ് 4 ആയിരുന്നു ലിങ്കോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് പഞ്ച്കുള സൈഡിലെ സ്റ്റേഷൻ ബിൽഡിങ്. ഈ പ്ലാറ്റ്ഫോമിൽ ആകെ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കടയൊന്നുമില്ല. ഇതാണ് സ്റ്റേഷൻ്റെ എക്സിറ്റ്, പഞ്ച്കുള സൈഡ്. ഞാൻ പുറത്തിറങ്ങിപ്പോയി ഫോട്ടോ ഒന്നും എടുത്തൊന്നുമില്ല. എടുത്തില്ല. ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇവിടെ വെയിലുണ്ടെങ്കിലും കാറ്റ് നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നത്. ഇത് ഇന്നത്തെ സീന്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഡൽഹി ആകുമ്പോഴേക്കും ചൂടാവും. നാളത്തേക്ക് അസഹനീയമായ ചൂടാവും. നാളെ നമുക്ക് കൊങ്കൺ ട്രെയിനിലൊക്കെ അടിപൊളി ചൂടായിരിക്കും. അങ്ങനെ ചണ്ഡീഗഡ് ജംഗ്ഷനിൽ നമ്മൾ പുറത്തിറങ്ങുന്നു. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് റൈറ്റ് സൈഡ് കാണിച്ചിട്ട് വരാവേ. ഇതാണ് ചണ്ഡീഗഡ് സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് സൈഡ്. പ്ലാറ്റ്ഫോം 5 4 3 2 1 അങ്ങേ അറ്റത്ത്. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് കോച്ചിങ് ഡിപ്പോ ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അതും കാണിച്ചിരിക്കുകയാണ് എന്തായാലും. ഇവിടുന്ന് കാൽക്കയിലേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് ബാങ്കർ ലോക്കോ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശതാബ്ദിക്ക് വന്നിറങ്ങിയപ്പോഴേ ആ ക്ഷീണം കാരണം ഞാൻ ചെക്ക് ചെയ്യാനും മറന്നു ബാങ്കർ ഉണ്ടോയെന്ന്. നമ്മൾ കൽക്കലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ബൈ റോഡാണ് പോയത്, കാര്യം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനൊന്നും ഉണ്ടാകുന്നില്ല. ഇതായിരുന്നു ചണ്ഡീഗഡ് സ്റ്റേഷൻ. ഞാനിവിടെ 5 ദിവസം ഉണ്ടായിരുന്നു. അടിപൊളി ദിവസമായിരുന്നു. സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ഞാൻ വന്ന സമയത്ത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് എൻ്റെ 5 ദിവസങ്ങളിവിടെ. നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ചണ്ഡീഗഡിനോട് വിട പറയുകയാണ്. ഇപ്പോഴത്തെ വേസ്റ്റ് കൂമ്പാരമാണ്. ആ ഫ്രണ്ട് കാണുന്നതാണ് ചണ്ഡീഗഡിലെ കോച്ചിങ് ഡിപ്പോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ചണ്ഡീഗഡ് മഡ്ഗാവ്, അതായത് ഇത് ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ്. വെള്ളം ലീക്കാവുന്നുണ്ട്. അങ്ങനെ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സമ്പർക്ക്രാന്തി എക്സ്പ്രസ്
അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ചണ്ഡീഗഡിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ് ഇന്ത്യസ് ലോങ്ങസ്റ്റ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് എന്ന് പറയുന്നത്. സമ്പർക്ക് ക്രാന്തി എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, സ്റ്റേറ്റ് ക്യാപിറ്റലുകളിൽ നിന്നും നാഷണൽ ക്യാപിറ്റലിലേക്കുള്ള ലോ കോസ്റ്റ് ട്രെയിൻ സർവീസായിട്ട്, അതായത് രാജധാനി എക്സ്പ്രസ്സിനെ വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറഞ്ഞൊരു ട്രെയിൻ സർവീസ് എന്നുള്ള രീതിക്കായിരുന്നു ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ട്രെയിൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അവരുടെ ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ മാത്രമേ അവർക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിന് കേരളം വിട്ടാൽ പിന്നെ ഡൽഹിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതുണ്ടായിരുന്നു, ടെക്നിക്കൽ ഹോൾട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ കമേഴ്ഷ്യൽ ഹോൾട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ പയ്യെ അവരെല്ലാ ടെക്നിക്കൽ ഹോൾട്ടുകളും കമേഴ്ഷ്യൽ ഹോൾട്ടുകളാക്കി മാറ്റി, നമ്മുടെ ദുരന്തോ എക്സ്പ്രസ്സിന് ചെയ്ത പോലെ തന്നെ. കാരണം അത്രയും ദൂരം ലോങ് ഡിസ്റ്റൻസ് ഇത് പോകുമ്പോൾ വണ്ടി എംടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സമ്പർക്ക് ക്രാന്തി വന്നത്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഡൽഹിയിൽ നിന്നും എക്സ്റ്റെൻഡ് ആയ സമ്പർക്ക് ക്രാന്തി നമ്മുടെ തന്നെയാണ്. കേരള സമ്പർക്ക് ക്രാന്തി ആയിരുന്നു. ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് എക്സ്റ്റെൻഡ് ആയിരുന്നു ഈ വണ്ടി. അന്നത് സദേൺ റെയിൽവേയുടെ വണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ 2653 2654 എന്നായിരുന്നു നമ്പർ ഇതിൻ്റെ. അത് പിന്നീട് നോർത്തേൺ റെയിൽവേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. കാര്യം ഈ സാധനം ചണ്ഡീഗഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഏകദേശം 3 ദിവസത്തെ, നമ്മൾ പഞ്ചാബിൽ കയറി, ഏകദേശം 3 ദിവസത്തെ ലേ ഓവർ ഉണ്ടായിരുന്നു ഈ റേക്കിന് ചണ്ഡീഗഡിൽ വന്നിട്ട്. അപ്പോൾ അത്രയും ദിവസം ലേ ഓവർ ഉള്ളതുകൊണ്ട് അവരത് പതുക്കെ നോർത്തേൺ റെയിൽവേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർ വണ്ടി NRന് വണ്ടിയാക്കി. അങ്ങനെയാണ് ഇത് NRന് വണ്ടിയാവുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് യാത്ര ചെയ്തപ്പോൾ ഇത്, അന്ന് യാത്ര ചെയ്യുമ്പോൾ ഇത് SRന് വണ്ടിയായിരുന്നു. പിന്നീട് ഞാൻ ഷോർട്ട് ഡിസ്റ്റൻസ് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് യാത്ര ആദ്യമായിട്ടാണ് സമ്പർക്ക് ക്രാന്തി. ഈ റൂട്ടിലെ ആണ് ഈ വണ്ടി, അതായത് വളരെ നല്ല സ്പീഡിൽ പോകുന്നൊരു വണ്ടിയാണിത്. ഈ രാജധാനി എക്സ്പ്രസ് അല്ലാണ്ട് അത്യാവശ്യം നല്ല ടൈമിങ്ങുള്ള ഒരു വണ്ടിയാണ് ഈ സമ്പർക്ക് ക്രാന്തി എന്ന് പറയുന്നത്. അതുണ്ടായിരുന്നു ആ സംഭവം. ഈ റൂട്ടിലൊരു പാലം ഉണ്ടെന്നുള്ളത് ഞാൻ ഓർത്തായിരുന്നു, പക്ഷേ എവിടെയായിരുന്നു ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ അത് മിസ്സാക്കിയിട്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ മേടിച്ചത് പോഹയാണ്. പോഹയും ബ്രെഡ് ഓംലെറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബ്രെഡ് ഓംലെറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോഹ മേടിച്ചു. ഇതിലത്തെ പാൻട്രിയും വൃന്ദാവൻ കാറ്ററിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അംബാലയിലേക്ക് എടുക്കുന്നു, അംബാല കൻ്റോൺമെൻറ്റിലേക്ക്. അല്പം മുമ്പിലായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലുധിയാന എന്നുള്ള റെയിൽവേ ലൈൻ വരും. ആ റെയിൽവേ ലൈനാണ് അങ്ങനെ ജലന്ധർ, പഠാൻകോട്ട്, അങ്ങനെ ജമ്മുവിലേക്ക് പോകുന്നതും അതുപോലെ ഒരു ബ്രാഞ്ച് അമൃത്സറിലേക്ക് പോകുന്നതും. ആ ലൈൻ ഇപ്പോൾ അല്പ സമയത്തിനുള്ളിൽ റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് വരും. ആ ലൈനിൻ്റെ കൂടെ തന്നെ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ട്രെയിനിൻ്റെ റൈറ്റ് സൈഡ് ലൂപ്പിലോട്ട് കയറും, ലൂപ്പല്ല റൈറ്റ് സൈഡ് ലൈനിലോട്ട് കയറും. ലെഫ്റ്റ് സൈഡിൽ റെയിൽവേ ലൈനൊക്കെ ഉണ്ട്. എന്താ സീൻ എന്നറിയില്ല. മേ ബി ഇത് ഫ്രൈറ്റ് യാർഡിലോട്ട് പോകുന്ന ലൈൻ വല്ലതും ആയിരിക്കും. ഒരു അംബാല കൻ്റോൺമെൻറ്റ് അത്യാവശ്യം വലിയൊരു ഫ്രൈറ്റ് യാർഡുണ്ട്. എന്താ സീൻ എന്നറിയില്ല. എന്തായാലും നമ്മളെ റൈറ്റ് സൈഡിലത്തെ ലൈനിലോട്ട് കയറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈന്. ഇത് ലുധിയാന സൈഡിൽ നിന്ന് വരുന്നതാണ്. അതാണ് പിന്നീട് അവിടുന്ന് ഫർദർ അങ്ങോട്ട് പഠാൻകോട്ട്, ജമ്മു തവി, അതുപോലെ അമൃത്സറൊക്കെ പോകുന്നത്. ഈ റൈറ്റ് സൈഡിലത്തെ നമ്മളോട് ചേർന്നിട്ടുള്ള 2 ലൈനുകൾ കേട്ടോ. അങ്ങേ അറ്റത്ത് കിടക്കുന്ന ലൈന് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിനെയാണ്. അത് ലുധിയാനയിൽ നിന്ന് ഡാങ്കുനി, വെസ്റ്റ് ബംഗാളിൽ ഡാങ്കുനിയിലേക്ക് പോകുന്നതാണ് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഇവിടെ സിംഗിൾ ലൈനാണ് EDFC. സാധാരണ OHC ആണ്, ഹൈ റൈസ് OHC ഒന്നുമല്ല ഇവിടുത്തെ EDFCക്ക്. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിനാണ് ഹൈ റൈസ് OHC ഉള്ളത്. ഇത് സാധാരണ OHC ആണ്.
EDFC ഫങ്ഷണലായിട്ട് കുറച്ചായി. EDFC ഫുള്ളി ഫങ്ഷണൽ. ഡാങ്കുനിയുടെ ലുധിയാന ഫുൾ ലെങ്ത്തും EDFC ഫങ്ഷണലാണ്. പക്ഷെ പതിപോലെ നമുക്ക് ഇതുവരെ അതിൽ കൂടെ നമ്മൾ ആ ഒരു ചെറിയ സ്ട്രെച്ച് അതിന് പാരലായിട്ട് ഉള്ളൂ. ഇപ്പോൾ അല്പം മുമ്പിലായിട്ട് ആ ലൈൻ റൈറ്റ് തിരിഞ്ഞ് അംബാല സ്റ്റേഷൻ മുമ്പ് ലൈൻ റൈറ്റ് തിരിഞ്ഞ് അങ്ങ് പോകും. നമ്മൾ പിന്നെ അതിനെ കാണില്ല. അത് പിന്നെ നമ്മുടെ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒരു പാലം വഴി ക്രോസ് ചെയ്ത് അത് വേറെ റൂട്ടിലാണ് പോകുന്നത്. അത് നേരെ ടുവേർഡ്സ് സഹാരൻപൂർ പോകും. നമ്മളാണെങ്കിൽ ഇവിടുന്ന് അമ്പലയിൽ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞ് ടുവേർഡ്സ് കുരുക്ഷേത്രം പോകും. ഇപ്പോഴത്തെ നമ്മുടെ ലുധിയാന സൈഡിൽ ലൈനിൽ നിന്ന് ഏതൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്. അപ്പോൾ പാരലായിട്ട് നമ്മളതിനെ കാണും എന്തായാലും. ഇപ്പുറത്തു നിന്നൊരു വാപ്സൺ ഹാളിൽ ട്രെയിൻ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ആ EDFCയിലും കൂടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അടിപൊളിയാണ് അല്ലേ? അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. വാപ്പ് 5 അല്ല, വാപ്പ് 7 അല്ല, വാപ്പ് 5 ആണ്. ഗാസിയാബാദിന് 30127. ഷാൻ എ പഞ്ചാബ് എക്സ്പ്രസ്, ന്യൂഡൽഹി അമൃത്സർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണിത്. ഷാൻ എ പഞ്ചാബ്. ഈ ഷാൻ എ പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഞ്ചാബിൻ്റെ അഭിമാനം എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ തൊട്ടടുത്ത ലൈനിൽ റെഡ് ആണ്. അപ്പോൾ മറ്റേ നമ്മൾ നേരത്തെ കണ്ട വണ്ടി ഇങ്ങോട്ട് കയറി ഇപ്പോൾ വരില്ല. ഇത് NRന് ഡൽഹി ബേസ്ഡ് ട്രെയിനാണ് തോന്നുന്നു. ഇതൊരു TT വന്നിട്ടില്ല കേട്ടോ. റൈറ്റ് ആൻഡ് മോസ്റ്റ് എൻഡിൽ DFC ലൈൻ കാണാം. വേലി കെട്ടി അടച്ചിട്ടുണ്ട് DFC ലൈനിന്. പുറത്തുനിന്ന് ഒരു ട്വിൻ G9 ചെയ്ത ഷെഡ് നല്ല സഹാരൻപൂർ 41736 ലീഡിങ് BCN റേക്കാണ്. ഇനി ഒരു പ്രാവശ്യം നമുക്ക് വീണ്ടും വരണം. നമുക്ക് അമൃത്സർ കൊച്ചുവേളിക്ക് പറ്റുകയാണ് പോകുന്ന യാത്രയാണ്. കൊച്ചുവേളി അമൃത്സറായിരുന്നു. ലുധിയാനയുടെ 36315 WD6 ID. അത് ഗാസിയാബാദിന് 35007. വാപ്പ് 5 ഒക്കെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുക. കാര്യം വാപ്പ് 5 അവർ വെട്ടിപ്പൊളിച്ച് അവർ മറ്റേ അമൃത് ഭാരതിലൊക്കെ വെക്കുക. വെറുതെ വേസ്റ്റ് ഓഫ് എഫേർട്ട് എന്ന് പറയാം. കാര്യം അമൃത് ഭാരത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഹൗഡ ഷെഡിൻ്റെ 45002 ആണിത്. പുത്തൻ ലോക്കമാണ്. 45 സീരീസ് പുതിയതാണ്. കട്ടിഹാർ അമൃത്സർ അങ്ങനെ അംബാല കൻ്റോൺമെൻറ്റ് കിട്ടിയിരിക്കുക. നമ്മൾ ഏറ്റവും പുറകിലാണ് ഇപ്പോൾ തന്നെ നിൽക്കും. അപ്പോൾ 10:18 നമ്മൾ അംബാല കൻ്റോൺമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്ക് കയറാണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ജനറലിലോട്ടൊക്കെ റിസർവ് കോച്ചസിലോട്ട് നല്ല തിരക്ക് കയറുന്നുണ്ട്. അടിപൊളിയായിട്ട് കാള് കയറുന്നുണ്ട്. ഇനിയും ഇവിടെ നല്ല ചോളെ ഭട്ടൂര കിട്ടുന്നു ചൂടായിട്ട്. ഞാനിപ്പോൾ ട്രെയിനിൽ നിന്ന് പോകാൻ കഴിച്ചുകൊണ്ട് ഇനി സ്ഥലമില്ല, അതുകൊണ്ട് മേടിക്കുന്നില്ല. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, അംബാല സ്റ്റേഷൻ ബിൽഡിംഗ്. അപ്പോൾ ഇവിടെയാണ്. ഇതിൽ നിന്നിപ്പോൾ ഒരു മെമു ജസ്റ്റ് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ളതാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ലുധിയാന സൈഡിൽ നിന്ന്. അത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള വണ്ടിയാണ്. 10:21 അംബാലയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഈ ഏറ്റവും പുറകിലാണ് ഫുൾ ലെങ്ത് വലിച്ച് നീങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ സീറ്റ് പ്രസൻറ്റ് മാർക്ക് ചെയ്തു. ഇനി സമാധാനമായിട്ട് ഇവിടെ നിൽക്കാം കുറച്ച് നേരം. സീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് വരുന്ന വണ്ടി ശ്രീഗംഗാനഗർ ഋഷികേശ് എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1.
അത് വന്നില്ല, അത് വരുന്നതിന് മുമ്പ് പുറപ്പെട്ടു. ഇവിടെ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ചോളെ കുൽച്ചയും ചോളെ ഭട്ടൂരയും. പക്ഷേ ട്രെയിനിൽ നിന്ന് പോഹ കഴിച്ചു പോയി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചേനെ. മാവ് അമ്പാല മാവ് സ്പെഷ്യൽ. ന്യൂഡൽഹി കാൽക്ക ശതാബ്ദി പ്ലാറ്റ്ഫോം നമ്പർ 7 വരുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ സഹാറൻപൂർ, അതുപോലെ ആ സൈഡിലേക്കുള്ള ലൈൻ, വേറെ ലൈനാണ് സഹാറൻപൂർ ലൈൻ. അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു. ആ ലൈൻ വഴിയും ഡൽഹിയിലേക്ക് പോവാം. അങ്ങനെ ഒരു ലൈനുണ്ട്, സഹാറൻപൂർ വഴി അത് വരെ അങ്ങനെ ഡൽഹി വന്ന് കയറാൻ പറ്റും. അങ്ങനെ മീററ്റ് വഴി സഹാറൻപൂർ, മീററ്റ് അങ്ങനെ ഡൽഹി വന്ന് കയറാൻ പറ്റും. അങ്ങനെ പോകുന്ന ട്രെയിനുകളും ഉണ്ട്. കാൽക്ക ശതാബ്ദി കയറി വരിക, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്തില്ല. ഇതാണ് കാൽക്ക ന്യൂഡൽഹി കാൽക്ക ശതാബ്ദി. ഓട്ടോമാറ്റിക് ഡോറായി കോച്ചുകൾക്കെല്ലാം. സഹാറൻപൂരിലേക്കുള്ള ലൈനിൻ്റെ അപ്പുറത്ത് കൂടെ പോയി കാണിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. നമ്മളപ്പോഴേക്കും ഈ കയറി വന്നുകൊണ്ട് അത് കാണിക്കാൻ പോയി. ഞാൻ അപ്പുറത്ത് കൂടെ പോകുന്നതാണ് സഹാറൻപൂരിലേക്ക് പോകുന്ന ലൈന്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ ആയിട്ട് മുകളിൽ കൂടെ നമ്മുടെ മറ്റവൻ പോകും, EDFC ലൈന്. ആ EDFC ലൈന് ഭയങ്കര ഫ്ലാഞ്ചനായിട്ട്. ആ EDFC ലൈന് അല്പം മുന്നിലായിട്ട് പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോകും. EDFC ലൈൻ എന്ന് പറയുന്നത് സഹാറൻപൂർ വഴിയാണ് പോകുന്നത്. സഹാറൻപൂർ വഴി അങ്ങനെ പോയി അതങ്ങനെ വെസ്റ്റ് ബംഗാളിലെ ഡാങ്കുണിയിൽ പോയി അവസാനിക്കുന്നതാണ്. അതിൻ്റെ ഒരു 2 DFCകളും കൂടി മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഡീലുടമൊരു പേര് ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി സ്റ്റോപ്പൊന്നുമില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇനി ഇവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. നമുക്ക് അവിടെ വരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. അമ്പാല വിട്ട പിന്നെ ന്യൂഡൽഹിയിൽ നമുക്ക് സ്റ്റോപ്പുള്ളൂ. ഇതാണ് DFC ലൈന്, ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ്. പിന്നെ ഇതുവഴി നമ്മൾ പാസ് ചെയ്ത് പോകും. നമ്മൾ പിന്നെ EDFC കാണുകയില്ല കേട്ടോ. നമ്മൾ EDFC കാണില്ല. നമ്മളിനി വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിനെ കാണാൻ പോകുന്നത്. അത് അറിയാമല്ലോ, നമ്മൾ ഇവിടെ എത്തുമ്പോൾ വഡോദര കഴിഞ്ഞിട്ട് അങ്കളേശ്വരൊക്കെ എത്താൻ നമ്മൾ കാണുള്ളൂ. ഇനി ഇടയ്ക്ക് വെച്ച് നമ്മൾ അസൗട്ടിക്ക് അടുത്ത് വെച്ച് ഈ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ നമ്മളൊന്ന് ക്രോസ് ചെയ്തു പെർപെൻഡിക്കുലർലി. ഞാൻ ആ സമയത്ത് ഡോറിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത്. ഞാൻ കേരള എക്സ്പ്രസ് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ട്രെയിനും കൂടി വരുന്നുണ്ട്. ഏതാ വണ്ടി എന്നറിയില്ല. എഡിറ്റിംഗ് സമയത്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ കുരുക്ഷേത്ര ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ലൈനൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാനെല്ലാം മറന്നുപോയി. ഞാൻ കുറച്ച് നേരം ഉള്ളിൽ പോയിരുന്നതാണ്. ആ ഗ്യാപ്പ് നമ്മൾ 3 ട്രെയിനിനാണ് ക്രോസ് ചെയ്തത്. ഏതൊക്കെയാണെന്ന് ഒരു പിടിയില്ല. കുരുക്ഷേത്ര ജംഗ്ഷൻ. നമ്മൾ ശതാബ്ദി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റോപ്പിൽ ഏതൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് അതൊക്കെ നിൽക്കാം. ഇനി
കുരുക്ഷേത്ര എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ യുദ്ധം നടന്ന മഹാഭാരത യുദ്ധം നടന്ന അതേ കുരുക്ഷേത്രം കേട്ടോ. നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളാണ്. നമ്മൾ പഞ്ചാബിൽ കൂടെ വളരെ കുറച്ച് ദൂരം ഓടിയുള്ളൂ. അതിൽ പിന്നെ നമ്മൾ നേരെ ഹരിയാനയിലേക്ക് കയറി. ഇനി ഹരിയാനയിൽ കൂടെ തന്നെ ഓടി എന്തായാലും ഡൽഹി പോയി കയറി. ഇനി വീണ്ടും നമ്മൾ പഞ്ചാബിൽ കയറില്ല. നമുക്ക് പഞ്ചാബ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം. ഒരു ട്രിപ്പ് അങ്ങ് വേറെ വരാം. ഫ്രണ്ടിൽ ഏതോ ഒരു സ്റ്റേഷൻ ഉണ്ട്, സ്ലോ ഡൗൺ. ലൂപ്പ് ലൈൻ സ്റ്റിപ്പ് വല്ലാണോ എന്ന് സംശയം. ഇതാണ് അമീൻ സ്റ്റേഷൻ. തുഗ്ലക്കാബാദിൻ്റെ 33497 ആണ് ലോക്കോ. റാൻഡം റേക്സ് ആണെന്ന് തോന്നുന്നു, മീൻസ് റാൻഡം കോച്ചസ് ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ കോച്ച് തന്നെ ഒരു ഇതാണ്, സെക്കൻഡ് ക്ലാസ് കോച്ചാണ്. മൊത്തം സെക്കൻഡ് ക്ലാസ് കോച്ചുകളാണ്. ഒരു ഷിഫ്റ്റിംഗ് വല്ലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി വരുന്നുണ്ട്. അമൃത് ഭാരത് ലിവറിയുടെ ലോക്കമാണ്. അമൃത് ഭാരത് ലിവറിയിലുള്ള വാപ്പ് 5 ആണെന്ന് തോന്നുന്നു. 30040 വാപ്പ് 5. ഡൽഹി പഠാൻകോട്ട് സൂപ്പർ ഫാസ്റ്റ്. കിടക്കാച്ചി പോക്കാട്ടാണ് പോകുന്നത്. സൂപ്പർ പോക്കാണ് പോകുന്നത്. ചെറിയൊരു ഫ്ലാറ്റ് വീലുണ്ട്. നമ്മൾ കർണാൽ എത്തിയിരുന്നു. കർണാൽ ഹരിയാനയിൽ അത്യാവശ്യം വലിയൊരു ടൗണാണ് കർണാൽ. ഈ ട്രെയിനിൽ ഇപ്പോഴുള്ള ടിക്കറ്റ്, എൻ്റെ കോച്ചിൽ ഇപ്പോഴുള്ള ടിക്കറ്റിൽ നല്ലൊരു ശതമാനം ടിക്കറ്റുകൾ ഡൽഹി വരെ ഉള്ളൂ. ഡൽഹിയിൽ നിന്നാണ് പിന്നെ ആദ്യമായിട്ട് ഇതിൽ കുറച്ച് മലയാളി യാത്രക്കാരുണ്ട്. അവർ മിക്കവാറും ത്രൂ കേരളത്തിലേക്കുള്ളവരായിരിക്കും. ഇപ്പം എൻ്റെ അതിനകത്ത് സൈഡ് ലോവറൊക്കെ ഡൽഹി വരെ ഉള്ളൂ. നമ്മളിപ്പോൾ പാനിപ്പത്ത് എത്താൻ പോകുന്നു. കുറച്ചും കൂടി ദൂരമുണ്ട്. അതിന് മുമ്പത്തെ സ്റ്റേഷൻ എത്തുന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച കണ്ടു. അപ്പോൾ നമ്മൾ മിക്കവാറും ഗീതാ ജയന്തി എക്സ്പ്രസ് ആണ് ഞാൻ കണ്ടത് വൈറസ്മ ട്രെയിനിൽ. അങ്ങനെ ക്രോസ് ചെയ്യും. ഒരു വാപ്പ് 4 ഹോൾഡ് ട്രെയിനാണ്. അങ്ങനെ ഒരു ICF ട്രെയിൻ കണ്ടു. നമ്മൾ പാനിപ്പത്തിലേക്ക് എത്തുകയാണ്. എനിക്കൊന്ന് റോഹ്തക് സൈഡിൽ നിന്ന് വരുന്ന ലൈനാണെന്ന് തോന്നുന്നത്. എക്സാക്ട്ലി എനിക്കറിയില്ല. പാനിപ്പത്ത് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. ഇവിടെയൊക്കെ നമ്മൾ ശതാബ്ദിക്ക് നമ്മൾ നിർത്തിയായിരുന്നു. അപ്പോൾ സമ്പർക്ക്രാന്തിയുടെ റേഞ്ച് വേറെ. ശതാബ്ദി നിർത്തിയ സ്റ്റേഷനാണ്. ക്ലാസ് അല്ലേ, ക്ലാസ് മരണമാസ്.
പ്ലാറ്റ്ഫോം റൺ ത്രൂ പൊളിച്ച്. ഇത്രയൊക്കെ സ്പീഡിൽ കേരളത്തിൽ റൺ ത്രൂ കിട്ടുമോ? ഇത് എങ്ങോട്ട് പോകുന്ന ലൈനൊന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇത് സൈഡിങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട്, എന്താണെന്നറിയില്ല. നല്ല പൊടി എന്തായാലും. വേണ്ട നമ്മുടെ ബോക്സിൻ്റെ വാഗൻസ് ടിപ്പ് ചെയ്യുന്നുണ്ട് അവിടെ. അവിടെ ഇൻഡസ്ട്രിയൽ ഷണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്ത് ഫാക്ടറി ആയിരുന്നാവോ? ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഫാക്ടറി ആണെന്നുള്ളത്. അപ്പോൾ ഈ ബോക്സ് ആൻഡ് വാഗൻസ് സാധാരണ ഇതിലൊരു ടിപ്പിംഗ് ഇതിലിട്ടാണ് അൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടിപ്പിങ്ങിൻ്റെ അതിനകത്ത് കയറ്റിയിട്ട് മൊത്തത്തിൽ വാഗനെ കുക്കിങ് മറയ്ക്കും. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഒരു സൈഡിങ്ങിൽ നാഗ്പൂരിൻ്റെ വാക് 12B60326 കിടക്കുന്നുണ്ട്. മെയിൻ ലൈനിൽ കൂടെ ഒരു ട്രെയിനും വരുന്നുണ്ട്. നമ്മളെവിടെ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടുന്നുണ്ട് കേട്ടോ. പൊളിച്ച് നല്ല സ്പീഡാണല്ലോ വരുന്നത്. ബാൻഡ്ര ചണ്ഡീഗഡ് എക്സ്പ്രസ് ആണ്. ഗാന്ധിധാമിൻ്റെ ലോക്കമാണ് ഇവിടെ കിടക്കുന്നത്. 49412 ദിവാന ജംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. ദിവാന സ്റ്റേഷൻ, ജംഗ്ഷൻ അല്ല, ദിവാന സ്റ്റേഷൻ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു കണ്ടെയ്നർ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഓ, ഇത് ഷണ്ടി കേട്ടോ ഇതിനെ. അപ്പോൾ അതാണ് DD-40 ഹോൺ കേട്ടത്. അതുവഴിയിലൊക്കെ തന്നെ കൃഷിയാണ്. ഇവിടെ കണ്ടെയ്നർ, അവിടെ ഒരു കണ്ടെയ്നർ സൈഡിൽ ഉണ്ട്. അങ്ങോട്ട് ഷണ്ടിങ് ആണ്. ഇതാണ് ദിവാന സ്റ്റേഷൻ്റെ പുറത്തുള്ള കണ്ടെയ്നർ സൈഡിങ്. കണ്ടെയ്നർ ഡിപ്പോ എന്നും വിളിക്കാം. ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ. ഭുസാവലിൻ്റെ വാഗണൈൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സമാൽഖ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇതിനപ്പുറത്തൊരു പാലത്തിൻ്റെ അണ്ടർപാസിന് പണി നടക്കുന്നത്. അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ആയിരുന്നു, കഴിഞ്ഞു. ചറ പറയുന്ന സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓരോ പണി നടക്കുന്നതിൻ്റെ അവിടെ ഇവിടെയൊക്കെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ അതില്ലാത്ത സമയത്ത് നല്ല വിടല പറപ്പിച്ച വരുന്നത്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കിനി ഡൽഹിയിലോട്ടൊരു 70 കിലോമീറ്ററും കൂടി ഉണ്ട്.
ഞാനിപ്പോൾ ജസ്റ്റ് ലഞ്ചിന് ഓർഡർ കൊടുത്തേ ഉള്ളൂ പാൻട്രിക്കാറിൽ. പാൻട്രിയുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തൊന്ന് ഓർഡർ മേടിച്ചിട്ട് പോകണം. ഞാൻ സീറ്റിലില്ലെങ്കിൽ വാതുക്കലുണ്ടാവും. നമ്മൾ കേരള എക്സ്പ്രസ് വന്നപ്പോൾ ഞാൻ സീറ്റിലില്ലാത്തതുകൊണ്ട് അയാൾ ഓർഡർ എടുത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ ഫുഡ് കിട്ടാൻ നല്ലോണം പാടുപെട്ടായിരുന്നു. പാടുപെട്ട് തന്നെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ലോണം ലേറ്റായിട്ടാണ് ഫുഡ് കിട്ടിയത്. അടുത്ത ജംഗ്ഷനായ സോണിപത് ജംഗ്ഷനത്താണ്. ഇവിടെയും ഒരു ലൈൻ വരുന്നുണ്ട്. ഇതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ജിന്ദ് റോത്തക്ക് ആ സൈഡിൽ നിന്ന് ഇവിടുന്ന് വരുന്ന ലൈനാണത്. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന സ്റ്റേഷൻ സോണിപത് ജംഗ്ഷൻ. സോണിപത് ജംഗ്ഷൻ ഞാൻ ശതാബ്ദിക്ക് നമ്മൾ പാസ് ചെയ്തിട്ട് ക്യാപ്ചറിയും വിട്ടുപോയായിരുന്നു. ശതാബ്ദി അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു, നോൺ സ്റ്റോപ്പ് ഓടിപ്പോയിരുന്നു. ഇതാണ് സോണിപത് ജംഗ്ഷൻ. ഇവിടെ ഇപ്പോൾ പശ്ചിം എക്സ്പ്രസ് വരാറായിട്ടുണ്ട്. ബാൻഡ്ര ടെർമിനസിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന പശ്ചിം എക്സ്പ്രസ്. നമ്മൾ ദില്ലിയിലോട്ട് കയറി. ബോർഡ് സഡനായിട്ടാണ്. അതേ വന്ദേ ഭാരത് വരുന്നു. അജ്മീർ ചണ്ഡീഗഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചണ്ഡീഗഡിൽ നിന്ന് ആരംഭിച്ച് പഞ്ചാബ് വഴി ഓടി, ഹരിയാന വഴി ഓടി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയുടെ ബൗണ്ടറിക്കുള്ളിലാണ്. നരേല എന്ന് പറഞ്ഞ സ്റ്റേഷൻ ആയിട്ട് ഏതോ ഒരു ട്രെയിൻ നടക്കുന്നത്. കൂടുതൽ വ്യാപ്സമുണ്ട്. 3957 അങ്ങനെ നരേല എന്ന സ്റ്റേഷൻ, ഡൽഹിയിലെ ആദ്യത്തെ സ്റ്റേഷനാണ് നരേല. അത് കഴിഞ്ഞു ഇപ്പോൾ DTC ബസ്സുകളൊക്കെ കണ്ടു തുടങ്ങി. പശ്ചിം എക്സ്പ്രസ് ആയിരിക്കണം. അപ്പം നമ്മളങ്ങനെ റൂറൽ ഡൽഹി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല കൃഷിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഡൽഹിയിൽ നിന്ന് വീണ്ടും ഹരിയാനയിലേക്ക് കയറും. ക്രോസിംഗ് ഉണ്ട്, ക്രോസിംഗ് ഒന്ന് കണ്ടോളൂ. ഇതാണ് ഇവിടുത്തെ ഡൽഹി മെട്രോൻ്റെ കാർ ഷെഡ്. ക്രോസിംഗ് ഉണ്ട്. കൃഷ്ണരാജപുരത്തിന് WAG9 ആയിരുന്നു. BCN ആയിരിക്കും. വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർമ്മയുണ്ടല്ലോ, സമയ്പൂർ ബദ്ലി മെട്രോ സ്റ്റേഷനാണത്. ഡൽഹി എത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ട്രാഫിക് ബ്ലോക്കുകൾ റോഡിൽ കാണാം. അവിടെ ഡബിൾ ഡെക്കർ മെട്രോ കണ്ട, മുകളിലും താഴെ മെട്രോ, രണ്ടും ഒരുമിച്ച് ട്രെയിനും ഉണ്ടായിരുന്നു. അതൊക്കെ യുണീക്ക് സംഭവങ്ങളാണ്. ഒന്ന് റെഡ് ലൈനാണ്, മറ്റത് യെല്ലോ ലൈനാണ്. സൂപ്പർ. അടുത്ത ഫ്ലൈറ്റ് വരുന്നു. അരക്കോണത്തിനല്ലോ.
നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരൊക്കെ ഇവിടെ വന്ന് കിടന്ന് പണിയെടുക്കുകയാണല്ലോ. ഇവിടെ അടുത്ത ഫ്ലാഗ്. അതൊക്കെ വേസ്റ്റ് കൂനുണ്ടോ, നാഷണൽ ക്യാപിറ്റലാണ്. സ്ലംസും വേസ്റ്റ് കൂനയും. നമ്മുടെ ദേശത്തിൻ്റെ തലസ്ഥാനമാണ്, രാജ്യതലസ്ഥാനമാണ്. ദേശതലസ്ഥാനം രാജ്യതലസ്ഥാനമാണ്. ഇതാണ് അവസ്ഥ. ഇത് എങ്ങോട്ട് പോകുന്ന ബൈപ്പാസ് ലൈനാണിത്. ഡൽഹി ആസാദ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താം. ആ പോകുന്ന ബൈപ്പാസ് ലൈൻ എനിക്ക് തോന്നുന്നു മറ്റേ റെവാഡി ലൈനോട് പോയി കണക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. യെസ്, സമ്പർക്ക്രാന്തി ആയിരുന്നു തോന്നുന്നത്. കർണാടക സമ്പർക്ക്രാന്തി ആയിരുന്നു തോന്നുന്നു. പുണയുടെ ലോക്കമായിരുന്നു എന്തായാലും. പാനിപ്പത്ത് റോഡ്. സമയം 12:46. നമ്മൾ ഡൽഹി എത്തേണ്ട സമയമാവുന്നു. 12:55 നമ്മൾ ന്യൂഡൽഹി ടൈം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഷണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സബ്ജി മണ്ടി കഴിഞ്ഞ് ഈ കാണുന്ന ലൈന് ഡൽഹി സരായ് രോഹില്ല സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ട്രെയിനിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. റുണീച്ച എക്സ്പ്രസ്. നമ്മൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ജയ്സാൽമീരിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റുണീച്ച എക്സ്പ്രസ് ആണ്. ഇതുവഴിയായിരുന്നു വന്നത്. ഇതുവഴി വന്ന് ഈ ലൈനിലോട്ട് കയറിയായിരുന്നു. ഇനി എന്താ വെച്ചാൽ അല്പം മുമ്പിലോട്ട് പോയിട്ട് ട്രെയിൻ റൈറ്റിലോട്ട് തിരിയും. ഈ ലൈൻ സൈഡ് ശരിക്കും ഡയറക്റ്റ്ലി ഡൽഹി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അതായത് പഴയ ഓൾഡ് ഡൽഹി സ്റ്റേഷൻ. നീണ്ടു നിവർണം കിടക്കുന്നുള്ളൂ ഫ്രണ്ടിലൂടെ നമ്മുടെ വണ്ടി. दिल्ली सदर बाज़ार. ഇവിടെയൊക്കെ പോയിന്റ്സ് എന്ത് സ്ലോ അതേപോലെ. सदर बाजार റൈറ്റ് കാണാവുന്ന ഡൽഹിയുടെ കോച്ചിങ് ഡിപ്പോ, ന്യൂഡൽഹി കോച്ചിങ് ഡിപ്പോ. ഇവിടെ ഇപ്പോൾ ഏതോ ശതാബ്ദിയുടെ റേക്ക് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹി അമൃത്സർ എന്നാണ് ബോർഡ്. ഇവർക്ക് പിന്നെ റേക്സ് എല്ലാം കൂളാണ്. അപ്പോൾ മാറ്റി മറിച്ചൊക്കെ അവർ ഉപയോഗിക്കും. AC മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു. മോളിൽ കയറുന്നത് ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് രാവിലെ ന്യൂഡൽഹി അമൃത്സർ സ്വർണ്ണ ശതാബ്ദിയെ ക്രോസ് ചെയ്തായിരുന്നു. പക്ഷേ നമുക്കത് ക്രോസിങ് കാണാൻ പറ്റിയില്ല. കാര്യം അംബാല സ്റ്റേഷനിൽ വെച്ച് നടന്നത്.
നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ വന്നപ്പോൾ അവൻ പ്ലാറ്റ്ഫോം നമ്പർ 7 അത്ര. ഗാസിയാബാദിന് മറ്റേ ഇത് നമ്മുടെ എന്തെന്ന് പറയുക, തേജസ് ലിവറിയുടെ വാപ്പ് 5. ഒരു മണിയോ എൻ്റെ ലേറ്റായി. ഇതാണ് നൈ ദില്ലി. ഇതായിരുന്നു പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ കൽക്ക ശതാബ്ദി എക്സ്പ്രസ്സിന് ആ പ്ലാറ്റ്ഫോമിലായിരുന്നു യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആയതുകൊണ്ട് ഞാൻ ലോക്കോ കാണാൻ വന്നില്ലായിരുന്നു. ഏതോ ഒരു വാപ്സാനാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. നമ്മളങ്ങനെ ന്യൂഡൽഹിയിലേക്ക് കയറണം. ഇവിടെ നമുക്ക് പുതിയ ടി ടി ഒക്കെ കയറും. ഏതൊരു ശതാബ്ദി എക്സ്പ്രസ്സാണ്. കാൺപൂരിനെ തിരിച്ചു പോകാൻ. കാൺപൂർ നൈ ദില്ലി. അപ്പോൾ നമുക്കെന്നാലേ നിർത്താം. മോഷണത്തിനുള്ള സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ 1-2 ന്യൂഡൽഹി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ന്യൂഡൽഹി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കിടക്കുന്ന കാൺപൂർ ന്യൂഡൽഹി ശതാബ്ദി എക്സ്പ്രസ് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. 13:18 ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. ന്യൂഡൽഹി ജംഗ്ഷൻ അങ്ങനെ അനങ്ങി തുടങ്ങി. ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടിയിലാണ് നമ്മുടെ കോച്ച് വന്നത്. കണ്ട थोड़ी ही देर में रवाना होगी अनाउंसमेंट വരുന്നു. വണ്ടി അനങ്ങി. വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. കേട്ടില്ലേ? റെഡി ഫോർ ഡിപ്പാർച്ചർ. അപ്പം അങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. പുറത്തോട്ട് പിടിച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫും പോലീസരൊക്കെ വഴക്ക് പറയും. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ നൈ ദില്ലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ചെയിൻ ഫോണൊന്നും ഇല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങിട്ടാ. ഇതാണ് ഈ സ്റ്റേഷൻ്റെ മറുപുറം. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 6ഉം 7ഉം. നമ്മളിന്ന് കേരളയ്ക്ക് നമ്പർ 7 ആയിരുന്നു അന്ന് കയറിയത്. അതാണ് നൈ ദില്ലി പ്ലാറ്റ്ഫോം നമ്പർ 7. ഇവിടെ ഘടി ഡിറ്റർജൻറ്റുകാർ മൊത്തം ബ്രാൻഡിങ് ചെയ്തിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഒരു ഇഞ്ച് സ്ഥലം വിടേണ്ട പോലെ ബ്രാൻഡിങ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റേഷൻ്റെ പേര് മലയാളികളുടെ ബോർഡ് ആകെ സ്റ്റേഷൻ എൻഡിൽ മാത്രമാണ്. ഇത് ശ്രമജീവി എക്സ്പ്രസ് ആണ്. പാരലൽ ഡിപ്പാർച്ചറാണ്. നമ്മൾ പറയുമ്പോൾ ശ്രമജീവി, ഇവിടുത്തെ പറയുമ്പോൾ ശ്രംജീവി. എല്ലാം ഒന്ന് തന്നെ. രാജ്ഗീർ നൈ ദില്ലി. ഇപ്പം നൈ ദില്ലി രാജ്ഗീർ പോകുന്നു. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ റൈക്കാണ്. മിക്കവാറും രാജ്ഗീർ അപ്പോൾ ബീഹാറിലെ പോലെ ആയിരിക്കും. ശ്രമജീവി ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഫുള്ളാണ്. ഞാൻ ചുമ്മാ സ്ലീപ്പറിനൊക്കെ അവസ്ഥ നോക്കുമായിരുന്നു. സ്ലീപ്പറും ജനറലൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ബിഹേവിയറൽ പ്രോബ്ലമാണ്, അല്ലാണ്ട് അവൈലബിലിറ്റി പ്രോബ്ലം അല്ല. അതായത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല കൺസെപ്റ്റ്. ഞങ്ങൾ ജനറൽ ടിക്കറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുള്ളൂ എന്നുള്ളൊരു കൾച്ചറൽ പ്രോബ്ലമാണിത്. ഇത് എന്താ പറയുക, പല ആൾക്കാരും ഇതൊരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിലൊരു രാഷ്ട്രീയം ഇല്ല ഇതിങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനമാണ് ആൾക്കാരുടെ. അത് നമ്മൾ കൂടുതൽ നോൺ എ സി ട്രെയിൻ ഓടിച്ചുകൊണ്ടോ കൂടുതൽ അൺറിസർവ്ഡ് കോച്ചുള്ള ട്രെയിൻ ഓടിച്ചുകൊണ്ടോ ഒന്നും ഈ ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല. അങ്ങനെ ശിവാജി ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. നമ്മളൊന്ന് സ്പീഡ് പിടിച്ചതിന് ശ്രമജീവിയുടെ ലോക്കോ ഏതെന്ന് കാണാമായിരുന്നു. നമുക്ക് നിസാമുദ്ദീൻ സ്റ്റോപ്പിലുണ്ടാകും. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഇല്ല, ക്ലിയറായി. സിഗ്നൽ കിട്ടിയിട്ടുണ്ടാകുന്നില്ല നമുക്ക്.
നല്ലൊരു ജേർക്കോട് കൂടി നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു. യെസ് യെസ്, യു ക്യാൻ ഡു ഇറ്റ്. DLT വിട്ട് WDG 4G 70867. യെസ്, നമ്മൾ സ്പീഡ് പിടിച്ചു. പിന്നെ പാൻട്രിക്കാറൊക്കെയുള്ള ട്രെയിനാണോ ശ്രംജീവി. കുപ്പികൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് അതിനകത്ത്. ഒരു സെറ്റിൽ ഒരെണ്ണമുള്ളൂ, 30034. ഇപ്പോഴത്തെ ഒരു P7 ആണ് ഗാസിയാബാദ്. അപ്പുറത്ത് കൂടെ ഏതൊരു ട്രെയിൻ പോയി. റേസ് നഷ്ടപ്പെട്ടു. ഇപ്പുറത്തെ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്. നല്ല റേസ്, നല്ലോണം സ്പീഡ് പിടിച്ചു വന്നാണ് നമ്മുടെ കേരള എക്സ്പ്രസ് നിസാമുദ്ദീൻ എത്തുന്നേ ഉള്ളൂ. കേരള എക്സ്പ്രസ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യും. ഇതൊരു അമൃത് ഭാരത് ലിവറിയുടെ ലോക്കോ ഉള്ള ട്രെയിനാണ്. അമൃത് ഭാരത് ലിവറി ആണെന്നുള്ളത് വാപ്സവൻ ആണ്. 39265. രാജധാനി എക്സ്പ്രസ് ആണ്. ഡിബ്രുഗഡ് നൈ ദില്ലി രാജധാനി എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. അവനാണ്ട് ലൈനിലോട്ട് പോയി, നമുക്കിനി കാണാൻ പറ്റില്ല. ആ ട്രെയിനിന് നേരെ ഗാസിയാബാദ് വഴി അങ്ങ് പോകും. നമ്മൾ നിസാമുദ്ദീനുള്ള ലൈനിലാണ്. ഒരു വാപ്സാനാണ് അതിന്, ഏതാണെന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പുറത്ത് ആ പാലത്തിന് മുകളിൽ കൂടെ ഒരു ട്രെയിൻ വരുന്നതാണ്ടോ, അത് നിസാമുദ്ദീനിലേക്ക് വരുന്ന ട്രെയിനാണ്. ഇപ്പോൾ നിസാമുദ്ദീനിലേക്ക് എത്താറായി. ആ പാലം ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ കാണിക്കണം. ഈ പാലത്തിന് മുകളിൽ കൂടെയാണ് അവൻ വരുന്നത്. ഇതാണ് ആ വണ്ടി, 30505. ഇതാണ് ആ പാലത്തിന് മുകളിൽ കൂടെ വരുന്ന ലൈൻ. ആ കാടിനപ്പുറം നിങ്ങൾക്ക് കാണാം. ഈ ലൈൻ ബേസിക്കലി നിസാമുദ്ദീൻ സൈഡിൽ നിന്ന് ഗാസിയാബാദ് സൈഡിലേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ യോഗ്നഗരി ഋഷികേശ് എക്സ്പ്രസ് ഇതുവഴിയാണ് പോകുന്നത്. തിരുവനന്തപുരം നോർത്ത് യോഗ്നഗരി ഋഷികേശ്. കാണാൻ തുടങ്ങി, കാണാം. ഈ ഖാനാന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗാസിയാബാദ് സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനിനുള്ള ഹോം സിഗ്നൽ മഞ്ഞയാണ്. ഇങ്ങോട്ട് ഇത് ഓടി എത്തിയില്ല. എത്തിയത് ഏതാ വണ്ടിനും കൂടി കാണാമായിരുന്നു. നല്ല സ്പീഡ് റെസ്ട്രിക്ഷനുള്ള ലൈനാണ് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് നിസാമുദ്ദീൻ സ്റ്റേഷനിലോട്ട് കയറുന്നു. കേരള എക്സ്പ്രസ് നിസാമുദ്ദീൻ എത്തുന്നു എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. കുറച്ച് നേരത്തെ ട്രെയിൻ പോകുന്ന കണ്ട കേരള എക്സ്പ്രസ് ആയിരുന്നോന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഗാസിയാബാദിൽ നിന്ന് വരുന്ന ലൈന്. മറ്റവനും കൂടി എത്തി. ഗാസിയാബാദിൻ്റെ 305.
യോഗനഗരി ഋഷികേശ് ബാക്കി വായിക്കാൻ പറ്റുന്നില്ല. ഓ, അതിന് ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. G9 ഹോളിൽ ട്രെയിൻ കയറി പോകുന്നുണ്ട്. ഈ മഞ്ഞ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ചുമല കളർ പെയിൻറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് ട്രെയിനിൻ്റെ ബോർഡ്. എന്ത് കളർ സെൻസാണ് അവന്മാർക്കൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ ക്രോൾ ചെയ്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. നമ്മൾ 5ലേക്കാണ് കയറുന്നത്. തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ ഇവിടെ കിടക്കുന്നത് നമ്മുടെ വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. റാണി കമലാപതി എന്നുള്ളത് ഇതാണ് തോന്നുന്നു ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗ ആണെന്ന് തോന്നുന്നു. അതേതാ ട്രെയിനിൽ ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് എത്തി. ഇനി വീണ്ടും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തി. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കിടക്കുന്നു. ഇവൻ 2 മണിക്ക് മറ്റേ ഇവിടുന്ന് പോകുന്നത്. നമ്മളത് കേരളയ്ക്ക് വന്നപ്പോൾ ഇവൻ കേരള എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ? കാരണം തിരക്കുണ്ടോ? ആ കിടക്കുന്ന സാധനം എന്താണെന്നറിയോ? 39360 വലിച്ചു വന്നിരിക്കുന്ന ലാലാഗുഡിയുടെ നമ്മുടെ മംഗള എക്സ്പ്രസ്, എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്. എനിക്ക് ബോർഡ് ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. വണ്ടി ലേറ്റാണ്. ഇവിടെ കുറേ നേരം കിടക്കാണ്ട് വേഗം വിട്ടു പോയാൽ കൊള്ളാമായിരുന്നു. സമയം 1:36 ഇപ്പോൾ. ഇതിന് മുമ്പ് വന്നായിരുന്നു കേട്ടോ വണ്ടി, കുറച്ച് നേരം വന്നിട്ട്. നമ്മൾ പുറപ്പെടുക കൊടി വീശുന്ന കാണാം. സ്റ്റാർട്ടിലൊന്നും കാണാൻ പറ്റുന്നില്ല. കേരള എക്സ്പ്രസ് ഹോം സിഗ്നലിൽ കിടക്കുന്നുള്ളൂ ഇപ്പോഴും. കാര്യം എനിക്കൊന്നും പ്ലാറ്റ്ഫോംസ് ഫ്രീ ഇല്ലെന്ന് തോന്നുന്നു. 1:38 നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 450 കിലോമീറ്ററിനടുത്ത് നമുക്ക് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷനിലാണ്. അതിനിടയ്ക്ക് നമ്മൾ നോർത്ത് സെൻട്രൽ റെയിൽവേ കൂടെ ഫുൾ ഡിസ്റ്റൻസ് നമ്മൾ നോൺ സ്റ്റോപ്പ് വഴി നമ്മൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ കയറി കോട്ടയിൽ പോയി നിൽക്കാൻ പോകുന്നത്. മധുര ജംഗ്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യും. മധുര ജംഗ്ഷൻ സ്കിപ്പ് കാണിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. ഫുഡ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അയാളോട് ഞാൻ എൻ്റെ ബർത്തിൽ വെച്ചേക്കാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പോയി കഴിക്കുക. ഇത് കഴിഞ്ഞ ഉടനെ കേരള എക്സ്പ്രസ്സിനെ കാണാൻ പറ്റും നോക്കണം. അതുപോലെ ഗോൾഡൻ ടെമ്പിൾ മെയിൽ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് രണ്ടും കാണാൻ പറ്റും നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഈ വന്ദേ ഭാരതിൻ്റെ കോച്ചുകളുടെ അവസ്ഥ ഭയങ്കര ശോചനീയമാട്ടോ. ഒരുമാതിരി മഞ്ഞ കളറായി വെള്ളമൊക്കെ പോയിട്ട് ഭയങ്കര മോശം അവസ്ഥയാണ് അതിൻ്റെ. ഇത് റാണി കമലാപതി ഹസ്രത്ത് നിസാമുദ്ദീൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇത് അവിടെയായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3 ഗോവ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഗോവ എക്സ്പ്രസ് പുറപ്പെടാനുള്ള ഗോവ എക്സ്പ്രസ്. പക്ഷേ ഇതിൽ ലോക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ. ചങ്ങല വലിച്ചു. കാസിപ്പേട്ടിന് ട്വിൻ G9s ആണത്. BCNHL റേക്കാണ്. ഇത് സഫ്ദർജംഗ് സൈഡിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ ആ ഫ്രൈറ്റർ പോയി തീർന്നു. കേരള എക്സ്പ്രസ് പുറത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് കാണാം ഇവിടുന്ന്. വണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഓടി വന്ന് കയറിയിട്ടാ. ബ്രേക്ക് റീസെറ്റ് ആയി തോന്നുന്നു. ആ ദൂരെ കേരള എക്സ്പ്രസ് നിൽക്കുന്ന എനിക്ക് കാണാം. ഒരു വാപ്സാൻ നിൽക്കുന്ന കാണാം. അതായിരിക്കാം കേരള എക്സ്പ്രസ്.
വീണ്ടും ഹസ്രത്ത് നിസാമുദ്ദീൻ പുറപ്പെട്ടു. സമയം 1:46. എത്ര സമയം പോയി നോക്കാനാണ് നമ്മൾ. 1:38 പ്ലാറ്റ്ഫോമിൽ ഉരുണ്ടു തുടങ്ങിയ വണ്ടിയാണ്. 1:40 ചെയിൻ പുൾ ഉണ്ടായിട്ടുണ്ടാവും. 6 മിനിറ്റ് പോയി. ചങ്ങല വലിക്കുന്നതിന് മുമ്പ് ഓർക്കുക. പിന്നെ നമ്മുടെ കേരള എക്സ്പ്രസ് പോലെ തന്നെ ഇതെന്തോ ഫോൾട്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്തുനിന്ന് ഗോൾഡൻ ടെമ്പിൾ മേൽ കയറി വരുന്നുണ്ട്. ലാലാഗുഡയുടെ 30713 ആണല്ലോ ഇപ്പോൾ. ഗോൾഡൻ ടെമ്പിൾ മെയിൽ, ബാൻഡ്ര ടെർമിനസ്, അമൃത്സർ. പണ്ട് മുംബൈ സെൻട്രൽ അമൃത്സർ ആയിരുന്നു, ഇപ്പോൾ ബാൻഡ്ര ടെർമിനസിന് ഓർക്കുന്നത്. പാവം കേരള എക്സ്പ്രസ് ഇപ്പോൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കേരള എക്സ്പ്രസ്സിന് യാത്ര ചെയ്തപോലെ തന്നെ ആയാലോ ദൈവമേ, കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്സിന്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്ത ട്രെയിൻ ഇറങ്ങി പോകുന്നു. നമ്മൾ നേരത്തെ കണ്ട വണ്ടി അത് 30505 ഉണ്ടായിരുന്നു ഗാസിയാബാദിലെ ലോക്കോ. അതാണ്, ആ വണ്ടിയാണ്. അത് ഏതാണെന്ന് ഞാൻ വേറസ്മി ട്രെയിനിൽ നോക്കാനും വിട്ടുപോയി. പാസിന് പറ്റുമോ നോക്കാം. ഗാർഡ് തിരിച്ചു പോയി കയറി. ഇപ്പോൾ ബ്രേക്ക് റിലീസായെന്ന് തോന്നുന്നു. നമ്മൾ അനങ്ങി തുടങ്ങിയല്ലോ. സമയം 1:51. ലക്ഷ്മിബായി നഗർ, യോഗ്നഗരി ഋഷികേശ് ലക്ഷ്മിബായി നഗർ എക്സ്പ്രസ്. $1:54 വീണ്ടും വിട്ടു. RPF കുറേയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ, വല്ലതും കിട്ടിയോ? ഇതാണ് നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ട ഉടനെയുള്ളൊരു നാല, അല്ലെങ്കിൽ സ്വേജ് കനാൽ. കേരള എക്സ്പ്രസ്സിന് നല്ല അടിപൊളി ചെയ്ത കിട്ടുന്നത്. നമ്മുടെ പ്രദേശത്തുണ്ടെന്ന് കേരള എക്സ്പ്രസ്സിന് പണിയാണ്. കേരള എക്സ്പ്രസ്സിന് മാത്രമല്ല, ആക്ച്വലി കേരള എക്സ്പ്രസ് തന്നെ അതിൻ്റെ പുറകിൽ വേറൊരു വണ്ടി പെട്ടിടക്കുന്നുണ്ട്. ഏതായിരുന്നു അത്? ഏക്താ നഗർ ഹസ്രത്ത് നിസാമുദ്ദീൻ ഗുജറാത്ത് സമ്പർക്രാന്തി എക്സ്പ്രസ്. അതിൻ്റെ പുറകിൽ പെട്ടിടക്കുന്നുണ്ട് കേരളയുടെ. അതിൻ്റെ പുറകിൽ കലിംഗാത്കൽ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ റിംഗ് റെയിൽവേ, ഡൽഹി റിംഗ് റെയിൽവേയുടെ ലൈനാണത്. സഫ്ദർജംഗ് സൈഡിലേക്ക് പോകുന്ന ലൈനാണത്. അങ്ങനെ സ്പീഡ് പിടിച്ചു തുടങ്ങി. കേരള എക്സ്പ്രസ്സിന് നിസാമുദ്ദീൻ കയറാനുള്ള ഇത് കിട്ടിയെന്ന് തോന്നുന്നു, ക്ലിയറൻസ് കിട്ടിയെന്ന് തോന്നുന്നു. റോയപ്പുറത്തിന് 30615 ആണല്ലോ. അപ്പോൾ നമ്മളന്ന് യാത്ര ചെയ്തപ്പോൾ ഇതിലും വലിയ പണിയായിരുന്നു കേരള എക്സ്പ്രസ്സിന്. കാര്യം അന്ന് ആറ് ACP ആണ് കേരള എക്സ്പ്രസ്സിന് കിട്ടിയത്. 6 എണ്ണം. ഞാൻ പറഞ്ഞത് ACP ആയിരുന്നില്ല, അതെന്തോ ടെക്നിക്കൽ ഫോൾട്ടായിരുന്നു. ഇതിൻ്റെ റേക്ക് അലൈൻമെൻറ്റ് മൊത്തം തിരിഞ്ഞാണ്. ഇനി AC കോച്ച് ബാക്കിലാണ്. നമ്മൾ യാത്ര ചെയ്ത റേക്കിന് AC കോച്ച് ഫ്രണ്ടിലായിരുന്നു. ചേട്ടാ ഞങ്ങൾ പോട്ടെ കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുള്ളതാണ്. ഞങ്ങൾ പോട്ടെ. പാപ്പ പറപ്പിച്ചു കേട്ടോ. ഇത് ആ റിംഗ് റെയിൽ, ഞാൻ നേരത്തെ കാണിച്ച റിംഗ് റെയിൽവേയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റിംഗ് റെയിൽവേയിലേക്ക് കയറാനുള്ള ലൈനാണ്. സഫ്ദർജംഗ് സൈഡിലേക്ക് കയറുന്നത്. ചില സ്പെഷ്യൽ ട്രെയിൻസ് ഇതുവഴി ഓടാറുണ്ട്. അതുപോലെ ഫ്രൈറ്റ് ഓഫ് കോഴ്സ് ഇതുവഴിയാണ് ഓടുന്നത് എപ്പോഴും.
ഓഖ്ല സ്റ്റേഷനാണ്. ഇതാണെന്ന് തോന്നുന്നു ഗുജറാത്ത് സമ്പർക്ക്രാന്തി എക്സ്പ്രസ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഫ്രീ ആയ പ്ലാറ്റ്ഫോമിലേക്കാണ് കേരള എക്സ്പ്രസ്സിനെ കയറ്റിയത്. മിക്കവാറും കേരള എക്സ്പ്രസ് പോയി അതേ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും ഗുജറാത്ത് സമ്പർക്ക്രാന്തി കയറ്റാൻ പോകുന്നത്. ഇവിടെ ഒരു ട്രെയിനും കൂടെ കണ്ടു. അത് മിക്കവാറും കലിംഗോത്സവമായിരിക്കണം. ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അതന്നെ കലിംഗോത്സവ എക്സ്പ്രസ് ആണത്. പുരിയിൽ നിന്ന് എനിക്കൊന്ന് ഋഷികേശിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഒരു ACP കാരണം പണി കിട്ടിയത് 3 വണ്ടികൾക്കാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചങ്ങല വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സീനാണിത്. അതിനിടയ്ക്ക് നമ്മളൊരു NMG ഓവർടേക്കും കൂടി ചെയ്യുന്നുണ്ട്. അത് പൊളിച്ചു. മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മൾ ഡൽഹി വരെ ഒരു പാട്ടായിരിക്കും, ഡൽഹിയിൽ നിന്ന് ഒരു അടുത്ത പാട്ടായിരിക്കും ഇത്. ഡാങ്കുനിയുടെ ദിനാജ്പൂരിൻ്റെ ലോക്കോത്താണ് ഡാങ്കുനി ബെൽറ്റ്. അപ്പം നമ്മളങ്ങനെ എനിക്കൊന്ന് ഫരീദാബാദ് എത്താറായെന്ന് തോന്നുന്നു. ആ ബാക്കിലൊരു മല പോലെ കാണുന്ന മലയൊന്നും അല്ല കേട്ടോ, ഗാർബേജ് ഹീപ്പാണ്. ഗാർബേജ് മലയാണ്. ആ കാണുന്ന തുഗ്ലക്കാബാദ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ഡീസൽ ലോക്കോ ഷെഡ് ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം അത് വാപ്പ് സ്റ്റോറൊക്കെ കാണാനുണ്ട്. ആണ് തുഗ്ലക്കാബാദ് സ്റ്റേഷൻ. തുഗ്ലക്കാബാദിലെ ലോക്കോ ഷെഡ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടുത്തെ ഡീസൽ ലോക്കോ ഷെഡ് നോർത്തേൺ റെയിൽവേയുടെയും ഇലക്ട്രിക് ലോക്കോ ഷെഡ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെയാണ്. WCRൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് മധുര കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവുന്നത്. പക്ഷെ അവർക്ക് ഇവിടെ ഒരു ലോക്കോ ഷെഡ് ഉണ്ട്. നമ്മളൊരു കണ്ടെയ്നർ ട്രെയിനും കൂടെ ഓട്ടാക്കി. ഡൽഹിയിൽ നിന്ന് ഒരു ക്രൂ എന്തായാലും അടിപൊളി കേട്ടോ. ഇവർ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു WCRൻ്റെ കോട്ട ബേസ് ക്രൂ ആവാൻ സാധ്യതയില്ല. എനിക്കറിയില്ല NRൻ്റെ ക്രൂ ആണോ WCRൻ്റെ ക്രൂ ആണോ ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, ഉറപ്പില്ല. എന്നും ആണെങ്കിലും വൈകുന്നേരം 6 മണി വരെ തന്നെ ഡ്യൂട്ടി. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ 10-20 മിനിറ്റ് വെറുതെ പോയത്. അപ്പോൾ ഫരീദാബാദ് സ്റ്റേഷൻ വഴിയുള്ള റൺ ക്രൂ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പോൾ അതാ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. AC വെൻ്റ് താഴെ ഇരിക്കുകയാണ്, തണുത്ത് പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ മീൽസ്. ചോറുണ്ട്, 2 സബ്ജിയുണ്ട്, ഒരു ഡ്രൈയും ഒരു പനീറും, ദാളുണ്ട്, ഒരു സ്വീറ്റുണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. റൊട്ടി എനിക്കൊന്ന് 3 പൊറാട്ട ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, 3 പൊറാട്ട ഉണ്ട്. ഇതിന് 150 കുറയാത്ത റേറ്റ് ഉറപ്പായിട്ടും പറയും എന്തായാലും. അതിന് വേണ്ടിയാണ് ഒരു ഈ സ്വീറ്റും പനീറും ആഡ് ചെയ്യുന്നത്. ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ കൊള്ളാം. ഈ തേർഡ് ACക്കും സെക്കൻഡ് ACക്കും ഉണ്ടല്ലോ, ACയുടെ ഡക്റ്റിങ്ങിന് വ്യത്യാസമുണ്ട്. തേർഡ് ACക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തേർഡ് ACക്ക് അവിടെ 2 സെൻറ്റർ കൂടെ ഓടിപ്പോകുന്ന ഡക്റ്റാണ്. സെക്കൻഡ് ACക്ക് വ്യത്യാസമുണ്ട്. സെക്കൻഡ് ACക്ക് നമ്മുടെ പാസേജിലേക്ക് ഒരു ഡക്റ്റ് ഉണ്ട്. ഈ കണ്ട ഇത് പാസേജിലേക്ക് ഒരു വെൻ്റ് ഉണ്ട്. സൈഡ് അപ്പർ ബർത്തിന് സെപ്പറേറ്റ് വെൻ്റ് ഉണ്ട്. ഇപ്പോൾ സൈഡ് അപ്പർ ബർത്തിൻ്റെ കർട്ടൻ അടച്ചിട്ടാൽ ഈ വെൻറ്റിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് തണുപ്പ് കിട്ടും.
പിന്നെ അകത്തുള്ള ബർത്തുകൾക്ക് വേറെ വെൻ്റ് ഉണ്ട്. അങ്ങനെ 3 വെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവർ. നമ്മൾ ഓൾറെഡി നോർത്ത് സെൻട്രൽ റെയിൽവേ ടെറിട്ടറിയിലേക്ക് കയറി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കാര്യം ഫരീദാബാദ് വിട്ടേ പിന്നെ നല്ല അടിപൊളി വരവാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡൽഹി വിട്ടേ പിന്നെ നല്ല സ്പീഡായിരുന്നു. ഫരീദാബാദ് പാസ് ക്രോസിങ് ഞാൻ കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പൊന്നും മാഷ എന്ത് വരവാണ് വന്നതെന്നറിയോ, അടിപൊളി വന്നാണ്. നമ്മൾ ആക്ച്വലി 2 ട്രെയിനുകൾ ട്രെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നിലായിട്ട് സച്ച്ഖണ്ഡ് എക്സ്പ്രസ്സും ഉണ്ട്, അമൃത്സറിൽ നിന്ന് നാന്ദേഡിലേക്കുള്ള. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പട്ടാൽകോട്ട് എക്സ്പ്രസ് എന്ന വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. 2ൻ്റെയും പുറകിലാണ് നമ്മൾ. പക്ഷെ അവരും കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. സച്ച്ഖണ്ഡ് എക്സ്പ്രസ് നമ്മൾ ചിലപ്പോൾ മധുര ജംഗ്ഷനിൽ വെച്ച് കാണും, ചിലപ്പോൾ, ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മധുര ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോറി, വൃന്ദാവൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. മധുര ജംഗ്ഷൻ ഇനി സമയമുണ്ട്. ഇവിടുന്ന് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ വൃന്ദാവനിലേക്ക് ദൂരം കുറവായിരിക്കും. അതായിരിക്കും ഈ സ്റ്റേഷന് വൃന്ദാവൻ റോഡ് എന്ന പേര് വന്നിരിക്കുന്നത്. നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ വൃന്ദാവനിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മധുര ജംഗ്ഷനിൽ നിന്നാണ് അങ്ങോട്ട് പോകാൻ കുറച്ചും കൂടി എളുപ്പം. ബൈ റോഡ് പോകാൻ പറ്റും. അപ്പുറത്ത് കൂടെ പോയി. അപ്പോൾ നമ്മളങ്ങനെ ഭൂത്തേശ്വറിലേക്ക് എത്താണ്. ഭൂത്തേശ്വർ ജംഗ്ഷൻ സ്റ്റേഷനാണ്. ജംഗ്ഷനുള്ള കാണുന്ന ലൈനാണ്. ആ കാണുന്ന ലൈൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബയാനയിലോട്ടോ മറ്റോ പോകുന്നതാണ്. എനിക്ക് എക്സാക്റ്റ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം കേരള എക്സ്പ്രസ്സിന് പോയപ്പോൾ ഞാനത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനത് പിന്നെ വിട്ടുപോയി. കുറേ നേരത്തെ നോൺ സ്റ്റോപ്പ് റണ്ണിന് ശേഷം നമ്മളത് നിൽക്കുകയാണ് ഇവിടെ. ഭൂത്തേശ്വരിലേക്ക് എത്തുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ലൈൻ വന്നിട്ടുണ്ട്. ഇതെന്തോന്ന് അറിയില്ല കേട്ടോ. ഇത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ സൈഡിൽ തന്നെയായിരുന്നു ട്രെയിനിൽ നിന്നത്. ഈ ലൈൻ നേരെ ചെന്ന് അവിടെ പ്ലാറ്റ്ഫോമും കാണുന്നുണ്ട്. ഇങ്ങോട്ട് ലൈൻ ഇട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും പടന്നിട്ടുണ്ട്. ഒറ്റ പ്ലാറ്റ്ഫോം പടന്നിട്ടുള്ളൂ കേട്ടോ ഭൂത്തേശ്വറിൽ. ഇത് എക്സ്പാൻഷൻ ആണെന്ന് തോന്നുന്നു സ്റ്റേഷൻ്റെ. നമ്മുടെ ഈ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വണ്ടി വിട്ട് അപ്പോൾ ആൾക്കാർ ഉറങ്ങും. അത് സൈഡിലെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടണം ഭൂത്തേശ്വറിൽ. സിഗ്നലൊക്കെ ഡബിൾ ആംബറാണ്. വീണ്ടും ബർഗർ വരുന്നു, പാസ്ത വരുന്നു. നല്ല വെറൈറ്റി ഫുഡ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഫുഡിൽ നല്ല വെറൈറ്റി ഉണ്ട്. കേരള എക്സ്പ്രസ് പോലെയല്ല. കേരള എക്സ്പ്രസ് തീരെ വെറൈറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇതിൽ ഭക്ഷണം വരുന്നുണ്ട്, നല്ല വെറൈറ്റി ഫുഡും വരുന്നുണ്ട്. നമ്മളെ ഇവിടെ ഒരു 20 km സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് ഈ പതുക്കെ പോകുന്നത്. ഇതാണ് ഭൂത്തേശ്വർ സ്റ്റേഷൻ. ഇതാണ് നിലവിലെ സ്റ്റേഷൻ ബിൽഡിങ്ങും ഇതൊക്കെ. ഇതെല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു കേട്ടോ, അപ്പുറത്തെ സൈഡിലോട്ട്. അതാണെന്ന് തോന്നുന്നു പണി. അപ്പോൾ നമ്മളങ്ങനെ ഭൂത്തേശ്വർ വിട്ടു. അതിവിടെയൊക്കെ പുതിയ പാലം വരുന്നുണ്ട്, പുതിയ ലൈനുള്ള ലാൻഡ് ലെവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം മധുര ഭൂത്തേശ്വർ 3 ലൈനേ ഉള്ളൂ. 4ാമത്തെ ലൈൻ്റെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും 4ാമത്തെ ലൈന്. നമ്മൾ ജസ്റ്റ് മധുര സ്റ്റേഷനിലേക്ക് വരുന്നു. ഏത് സൈഡിലേക്കാണ് വണ്ടി പോകുമെന്നറിയില്ല. അതായത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് റൺ ത്രൂ ചെയ്യാൻ പോകുമെന്നറിയില്ല. നമ്മളതിൻ്റെയൊക്കെ പോയിൻറ്റ്സ് ഇറക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചതില്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ദുരന്തോ എക്സ്പ്രസ്സിലും മധുര വഴി റൺ ത്രൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രാത്രിയായിരുന്നു, ഇരുട്ടത്തായിരുന്നു.
നമ്മുടെ ഈ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. പ്ലാറ്റ്ഫോം 3 വഴിയാണ് ഒന്ന് റൺ ത്രൂ. അപ്പം അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനമെന്ന് അറിയപ്പെടുന്ന മഥുര വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. ജന്മസ്ഥാനം ശരിക്കും വൃന്ദാവനമുണ്ട്. വൃന്ദാവനം ഇവിടെ ഇനിയും പോകണം. ഇപ്പോൾ നമ്മൾ മഥുര വഴിയാണ് റൺ ത്രൂ ചെയ്യുന്നത്. ഈ മഥുരയിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഒരു ലൈൻ പോകുന്നുണ്ട്. എനിക്ക് നമ്മുടെ ടുംഡ്ല സൈഡിലോട്ട് പോകുന്ന ലൈനാണ് തോന്നുന്നത്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മ കിട്ടുന്നില്ല. അങ്ങേ അറ്റത്ത് അവിടെ ഒരു BOXN കിടക്കുന്ന കാണാം. അപ്പുറത്ത് കൂടെ ഒരു ഡബിൾ ഇലക്ട്രിഫൈഡ് ലൈൻ ഉണ്ട്. अमृतसर नांदेड़ सचखंड एक्सप्रेस वाया ग्वालियर मुसाफर प्लेटफॉर्म क्रमांक 1 पर ट्रेन नंबर 1216 अमृतसर नांदेड़ सचखंड एक्सप्रेस സച്ച്ഖണ്ഡ് പ്ലാറ്റ്ഫോം ആണ് കിടക്കുന്നുണ്ട്. മഥുര സ്കിപ്പ് ചെയ്യുന്ന കുറേ ട്രെയിനുകളുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന ട്രെയിനുകൾ എടുത്താൽ തന്നെ മധുര സ്കിപ്പ് ചെയ്യുന്ന നമ്മുടെ ദുരന്തമുണ്ട്, രാജധാനി ഉണ്ട്, സമ്പർക്രാന്തി ഉണ്ട്. മധുര കേരളത്തിലാണെങ്കിൽ ഇപ്പം എല്ലാ വണ്ടിയും നിർത്തിയാണ് ഇവിടെ, രാജധാനി അടക്കം. അതാണ് സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. അമൃത്സറിൽ നിന്നും ഹസൂർ സാഹിബ് നാൻഡേഡിലേക്ക് പോകുന്ന സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഭക്ഷണം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ കുറച്ച് വാർത്തകളുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കഴിഞ്ഞിടെ കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഈ ഗുരുദ്വാരകളിൽ ലങ്കർ ഉണ്ടല്ലോ, അപ്പോൾ ആ ലങ്കറിൻ്റെ ഭാഗമായിട്ട് അവർ സ്റ്റേഷനുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണം ഈ ട്രെയിനിലെ യാത്രക്കാർ കൊടുക്കുമെന്നാണ്. ട്രെയിനിലെ ഭക്ഷണത്തിന് കാശ് കൊടുക്കണം, അത് ഫ്രീ അല്ല. അമൃത്സർ ഹസൂർ സാഹിബ് നാൻഡേഡ് എക്സ്പ്രസ് പോകുന്നു. സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ലുധിയാനയുടെ 3065 ആണല്ലോ. അപ്പോൾ ആ വണ്ടി ഇനി നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ആഗ്ര ഭാഗത്തേക്ക് പോകും. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പതുക്കെ റൈറ്റിലോട്ട് തിരിയും. അല്പം മുമ്പിലായിട്ട് പതുക്കെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ കോട്ടയിലേക്ക് പോകും. നമ്മൾ ഇവിടെ വെച്ച് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കോട്ട ഡിവിഷനിലേക്ക് കയറും. ആ ലെഫ്റ്റോട്ട് പോകുന്നതാണ് ആഗ്ര ലൈന്. നമ്മൾ കോട്ട ലൈനിലേക്ക് കയറി. ആഗ്ര ലൈനിൽ ഒരു G9 ഹോൾഡ് ഫ്രൈറ്റർ വരുന്നുണ്ട്, ഒരു BOXN ട്രെയിനർ. നമ്മളിത് എവിടെ മുതൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ കോട്ട ഡിവിഷനിലേക്ക് കയറി. അങ്ങനെ നമ്മൾ നോർത്തേൺ റെയിൽവേയിലെ യാത്ര തുടങ്ങി നോർത്ത് സെൻട്രൽ റെയിൽവേ വഴി ഇപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. ലൈൻ ബ്ലോക്ക് ടൈം ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് ഓപ്പോസിറ്റ് ലൈനിൽ കുറേ നേരത്തേക്ക് വണ്ടി ഒന്നും വരാനില്ല. അപ്പോൾ ലൈൻ ബ്ലോക്ക് വല്ലതും ആയിരിക്കും. അപ്പോൾ ഇനി കുറേ നേരത്തേക്ക് ക്രോസിങ്സ് ഒന്നും വരാനില്ല. പിന്നെ ഈ ഡ്രൈ റണ്ണായിരിക്കും. അപ്പോൾ ഫോക്സ് നമ്മളങ്ങനെ ഉത്തർപ്രദേശ് വിട്ട് രാജസ്ഥാനിലേക്ക് കയറിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നമ്മൾ ഭരത്പൂരിലേക്ക് എത്തുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടിറ്റാഗഡ് വാഗൺസിൻ്റെ ഒരു ഫാക്ടറിയാണ്. ടിറ്റാഗഡ് വാഗൺസിൻ്റെ അവർ ഇവിടെ നമ്മുടെ BOXN പോലത്തെ വാഗൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിനകത്ത്
മറ്റേ ടാങ്കർ വാഗൻസ് പണിയൊന്നും കാണുന്നില്ല. ടിറ്റാഗർ വാഗൻസിൻ്റെ ഫാക്ടറിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഭരത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്താം. ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രെയിൻ വരുന്നുണ്ടോ, ആ ലൈന് ആഗ്രയിൽ നിന്ന് വരുന്ന ലൈനാണ്. ആഗ്ര ഫോർട്ട് സ്റ്റേഷൻ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. ആഗ്ര ഫോർട്ട് ഈദ്ഗാഹ് അങ്ങനെ അവിടെ നിന്ന് വരുന്ന ലൈനാണ്. ആ വരുന്ന അജ്മേറിലേക്ക് പോകുന്നത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ആഗ്ര അജ്മേർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 3705 ഇറ്റാർഷിയുടെ ലോക്ക് വരുന്നത്. ഭരത്പൂർ സ്റ്റേഷൻ. ആ ലൈന് നമ്മൾ ആ കണ്ട ലൈൻ അങ്ങനെ അങ്ങ് പോകുന്നത്. അതങ്ങനെ പോയിട്ട് അത് കറങ്ങി ഒരു പാലം കയറി നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് പോകും. നമ്മുടെ ലൈനെ ക്രോസ് ചെയ്തിട്ട് അത് പോകുന്നത് ബന്ദിക്കോയ് എന്ന് പറയുന്ന ജംഗ്ഷനിലേക്കാണ്. ബന്ദിക്കോയ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അൽവാർ ജയ്പൂർ ലൈനുള്ള ഒരു ജംഗ്ഷനാണ്. അങ്ങോട്ട് പോയി കയറുമല്ലോ. അപ്പുറത്ത് പാലമുണ്ട്, കണ്ടോ? ആ പാലം കണ്ടോ? അത് ആ ലൈനാണ്. ആ പാലം അങ്ങനെ വന്ന് നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭരത്പൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുക്കാൻ പോകണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം. ഇനി നമുക്ക് സവായ് മാധവപൂരൊക്കെ ആകുമ്പോഴേക്കും കാണാം. അതിന് മുമ്പ് കോട്ട ജനശതാബ്ദി ഓവർടേക്ക് ചെയ്യുമെന്നാണ് വേറസ് മൈ ട്രെയിൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം. അത് ഗംഗാപൂർ റോഡിൽ വെച്ച് ഓവർടേക്ക് ചെയ്യുന്നൊക്കെയാണ് എനിക്കൊരു കണക്കൂട്ടലിൽ എനിക്ക് മനസ്സിലായത്. ഗംഗാപൂർ ഗംഗാപൂർ റോഡല്ല, ഗംഗാപൂർ സിറ്റി. നമുക്ക് നോക്കാം. നമ്മൾ ഗംഗാപൂർ സിറ്റിയിലേക്ക് എടുക്കുകയാണ്. മൂന്നാമത്തെ ലൈൻ വന്നിരിക്കുന്നത് ദൗസ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന ലൈനാണ്. ദൗസയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ മഥുര വിട്ടിട്ട് ഭരത്പൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ബയന ജംഗ്ഷൻ കഴിഞ്ഞു, ഹിന്ദോൺ സിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഗംഗാപൂർ സിറ്റിയിലേക്ക് എത്തുകയാണ്. അതുപോലെ ലൈൻ ബ്ലോക്ക് എന്തോ ആണ്. അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടികളൊന്നും ഇല്ല കാര്യമായിട്ട്. അവിടെ OH പണി എഴുതുകൊണ്ടിരിക്കുക അവർ. അങ്ങനെ ഗംഗാപൂർ സിറ്റി. നിസാമുദ്ദീൻ കോട്ട ജനശതാബ്ദി അല്പം മുമ്പാണ് ഇതുവഴി പോയത്. പ്രദേശം അതുപോലെ തന്നെ ഉണ്ട് അല്ലേ, ചമ്പല്ലാണ്ട പോലെ. ഫുള്ളും മലനിരകളാണ്. നൂറ്റി 130 130 129 അതാണ് നല്ല പോക്ക പോകുന്നത്. ജംഗ്ഷൻ എത്തുന്നു. BGKTയുടെ 2 ലോക്കോത്താണ് ഡീസൽ വരെ കിട്ടും. വിചാരിച്ച പോലെ തന്നെ ജനശതാബ്ദിയുടെ കിടക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ഒരു ജനശതാബ്ദി ഒരു സമ്പർക്ക ക്രാന്തി ഓവർടേക്ക് ചെയ്യുന്നു. സവായ് മാധവപൂർ സ്കിപ്പ് അറ്റ് ഫുൾ സ്പീഡ്. ആ കിടക്കുന്നതാണ് ജനശതാബ്ദി എക്സ്പ്രസ്.
ക്ലാസ് ക്ലാസ് മാസ്. തുഗ്ലക്കാബാദിൻ്റെ ഒരു ലോക്കമായിരുന്നു. ആ ടിപ്പൻ ആ പോകുന്നതായിരുന്നു ജയ്പൂരിലേക്കുള്ള ലൈന്. നമ്മൾ മറുസാഗറിന് അതുവഴി യാത്ര ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടാവും. അതിനൊരു ബൈപ്പാസ് ലൈൻ പണിയുന്നുണ്ട്, അതൊന്ന് കാണിക്കാൻ ഇപ്പത്തൊന്നും മാറിയത്. കുറച്ച് മാറിയാണ് വന്ന് കയറുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതാ വരുന്നു ബൈപ്പാസ് ലൈന്. ഇത്ര ദൂരം വന്ന് കയറുന്ന കേട്ടോ. ഓ, സവായ് മാധോപുരം അടുത്ത് പോലും അല്ല, നല്ല ദൂരത്ത് വന്ന് കയറുന്നത്. നമ്മൾ സവായ് മാധോപുരം വിട്ടിട്ട് 2 മിനിറ്റ് ഓടിക്കഴിഞ്ഞു. ഇതാണ് ബൈപ്പാസ് ലൈന്. സവായ് മാധോപുർ ബൈപ്പാസ് ആവും. അതായത് ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക്, കോട്ട സൈഡിൽ നിന്ന് വരുന്ന ജയ്പൂരിലേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് ഈ ബൈപ്പാസ് ലൈൻ വഴി കയറി നേരെ സവായ് മാധോപുർ സ്റ്റോപ്പ് ചെയ്യാണ്ട് അങ്ങ് പോവാം. ആണ് ഈ ബൈപ്പാസ് ലൈന്. ഇവിടെ ലാൻഡ് ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് വന്നതിന് കുറേ ട്രെയിനുകൾക്ക് ഉപകാരമാണ്. നമ്മുടെ സൗത്തിൽ നിന്ന് വരുന്ന ഒരുവിധം എല്ലാ ജയ്പൂർ ട്രെയിനുകളും സവായ് മാധോപുർ ഒന്ന് റിവേഴ്സ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. കുഷ്തല എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അപ്പോൾ ഈ കുഷ്തല സ്റ്റേഷൻ മുതലാണ് സവായ് മാധോപുർ ബൈപ്പാസ്. ഇത് ചിലപ്പോൾ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാവും. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കണ്ടിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റെഡാ. ഇതാണെന്ന് തോന്നുന്നു സ്വകാര്യ ന്യൂഡൽഹി എക്സ്പ്രസ്. സെറ്റ് എന്നായിരുന്നു പേര്, നദിയുടെ പേരാന്ന് തോന്നുന്നു. പാൻട്രിക്കാരിൽ നിന്ന് പാസ്ത മേടിച്ചു. പാസ്ത മാക്രോണിയാണ് മേടിച്ചത്. അത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാൻ കേട്ടോ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. കൂടെ സോസ് ഉണ്ട്. 50 രൂപയാണ് ഞാൻ ചാർജ് ചെയ്തത്. ആ പാസ്ത അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് സ്പൈസി. അവർ ഇന്ത്യൻ മസാലാസാണ്, ഗരം മസാല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഒരു യുണീക്ക് ടേസ്റ്റ് ആയിരുന്നു. സംഭവം കൊള്ളായിരുന്നു. നല്ലൊരു ഈവനിങ് സ്നാക്ക് ആയിരുന്നു അത്. ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. വൈറസ് മൈ ട്രെയിൻ പ്രകാരം ഇതിൻ്റെ പേര് കോട്ട ശ്രീഗംഗാനഗർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. അത് തന്നെയാണോ എന്നറിയില്ല, നോക്കിയിട്ട് വരാം കേട്ടോ. ഇൻ്റർസിറ്റി അല്ല, എന്തായാലും ഓവർനൈറ്റ് വണ്ടിയാണ്. വീണ്ടും ഒരു പച്ച കണ്ടു. ഇതിപ്പോൾ കോട്ട ഡെറാഡൂൺ നന്ദാദേവി എക്സ്പ്രസ് ആണെന്നാണ് വൈറസ് മൈ ട്രെയിൻ പറയുന്നത്. സമയം 6:03. നന്ദാദേവി എക്സ്പ്രസ് ആണ്, ഒരു ഫുൾ AC ട്രെയിനാണ്. പഠാൻ ഒരു ഫ്രൈറ്റർ പോലും ഇല്ല, ഡ്രൈ അടിച്ച് കിടക്കുന്നു. അടുത്ത സെഷൻ കുർളയാണ്. കുർള കഴിഞ്ഞാൽ കോട്ട. ബാൻഡ്ര ഹരിദ്വാർ എക്സ്പ്രസ്.
നമ്മളിപ്പോൾ ഗുർല എത്തുന്നു. ഗുർല ഒരു ജംഗ്ഷനാണ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സമ്മർ ആയതുകൊണ്ട്, സമ്മർ തുടങ്ങുന്നതുകൊണ്ട് അസ്തമയമൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ്. ഈ റൈറ്റിലോട്ടൊരു പോകുന്ന ലൈൻ പോകുന്നുണ്ട്. അത് ശരിക്കും ചന്തേരിയ, അത് ചിറ്റോടുകാടിനടുത്തുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്നൊരു ലൈനാണിത്. നേരത്തെ കാണിച്ച ലൈനിന് ഒരു ഓപ്പോസിറ്റും ഉണ്ട്. ആണ് ഈ വരുന്നത്. ഇതാണ് ആ ലൈന്. ചിത്തോർഗഡിനടുത്തുള്ള ചന്ദേരിയ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ലൈൻ വരുന്നത്. ഇതുവഴി യാത്രാ വണ്ടികൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഫ്ലൈറ്റോ ആണോ എന്താ സംഭവം അറിയില്ല. ആ മുന്നിലാണ് ഗുർല എന്ന് പറയുന്ന ജംഗ്ഷൻ. ജീപ്പേറ്റ് ലോക്കോസാണ്. ഗുഡ്ല ജംഗ്ഷൻ. ചമ്പൽ നദി. ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ കോട്ട ജംഗ്ഷനിലേക്ക് കയറും. KTT ആയിരുന്നു പഴയ കോഡ്. ഇപ്പോഴത്തെ കോഡ് കോട്ട എന്ന് തന്നെയാണ്, KOTA. സമയം ഇപ്പോൾ 6:18. 13 മിനിറ്റ് ലേറ്റാണ്. ആ 13 മിനിറ്റും നമ്മുടെ നിസാമുദ്ദീനിലുണ്ടായ ഡിലേ. ഇറ്റാർസിയുടെ 30491 കിടക്കുന്ന യാർഡിൽ. അതിനപ്പുറത്താണ് കോട്ടയിലത്തെ ഒരു പിറ്റ് ലൈൻ. വേറെ പിറ്റ് ലൈൻ അങ്ങേ സൈഡിലുണ്ട്, ഒരു പിറ്റ് ലൈൻ. അങ്ങനെ കോട്ട ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ടെർമിനസ് കാൺപൂർ സെൻട്രൽ. ആറ് 20 കോട്ടയിലെ പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ. ഇതാണ് കോട്ടയിൽ നമ്മൾ നിശ്ചയിക്കുന്ന പ്ലാറ്റ്ഫോം. ആണ് കോട്ട ജംഗ്ഷൻ. ഞാൻ നേരത്തെ ഒരു ലൈൻ കാണിച്ചില്ലായിരുന്നു, ചന്തേരിയയിലോട്ട് പോകുന്ന ചിത്തോടുകാടിലോട്ട് പോകുന്ന ഞാൻ പറഞ്ഞ ലൈൻ. ആ ലൈൻ വഴി പോകുന്നൊരു ട്രെയിനാണ് ആ വരുന്നത്. കോട്ട അസർവ എക്സ്പ്രസ് ആണ്. അസർവ എന്ന് പറയുന്ന അഹമ്മദാബാദിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. ഈ ട്രെയിൻ ഉദയ്പൂർ സിറ്റി വഴിയൊക്കെയാണ് പോകുന്നത്.
ഇറ്റാസിയുടെ 37367 ആണ് ലോക്കോ. WCRൻ്റെ ട്രെയിൻ, WCRൻ്റെ ലോക്കോ, അടിപൊളി. കോട്ട അസർവ എക്സ്പ്രസ് ആണ്. അതിൻ്റെ താഴെ സ്വകാര്യ മധുര എന്ന് എഴുതുന്നത്. സ്വകാര്യ മധുര പാസഞ്ചറായിട്ട് കൂടെ ഓടുന്നുണ്ട്. പാസഞ്ചറായിട്ട് ഓടാൻ ഈ റൈക്കോ. സമയം 6:30. നമ്മുടെ സ്റ്റാർട്ടറായിട്ടുണ്ട്. 6:29 സ്റ്റാർട്ടറായിട്ടുണ്ട്. ആംബർ സ്റ്റാർട്ടർ കാണാം ഇവിടുന്ന്. നമ്മൾ ലൂപ്പ് ലൈനിലാണ്. ലൂപ്പ് ലൈൻ ഡിപ്പാച്ചറാണ് ആംബർ കളർ സ്റ്റാർട്ടർ. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയിൽ നിന്ന് പുറപ്പെട്ടു. സമയം 6:31. നമ്മൾ ഈ ഏറ്റവും പുറകിലാണ്ട് ഹോൺ അടിക്കുന്നത് കേൾക്കല് ഏറ്റവും വലിയ തലവേദന അതാ. RDSOൻ്റെ ട്രെയിൻ പറഞ്ഞാൽ നടക്കുന്നു ഇവിടെ. എന്താണോ സംഭവം? ഈ കോട്ട സ്ട്രെച്ചിനാണ് ഈ മറ്റേ ഹൈ സ്പീഡ് ട്രെയിനുകളുടെയൊക്കെ ട്രയൽ നിലവിൽ അവർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഇവിടെയൊക്കെ ബാരിക്കേഡ് ഇട്ടിരിക്കുകയായിരുന്നു. പ്രാവശ്യം ബാരിക്കേഡും അതൊക്കെ റിമൂവ് ചെയ്തു. ഇതിന് വേണ്ടിയുള്ളതാണ്, മറ്റേ സ്കൈ എയർ കോൺകോസിന് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഞാൻ നമ്മുടെ ഇവിടുത്തെ എയർ കോൺകോസ് കാണിച്ചായിരുന്നു, ചണ്ഡീഗഡിലെ. അടിപൊളിയായിരുന്നത്. അപ്പോൾ ഇവിടെ കച്ചോരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് രാത്രി 9:30 രത്ലാമിലാണ്. രത്ലാം വരെ ഞാൻ ഉണർന്നിരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് രത്ലാം വരെ ഉണർന്നിരിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. നാഗ്പൂരിൻ്റെ ഒരു ബാക്ക്വൽ ബീച്ച്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് യാർഡ്, പിറ്റ് ലൈന്, കോച്ച് മെയിൻ്റനൻസ് ഫെസിലിറ്റി എല്ലാം ഇവിടെ ലെഫ്റ്റ് സൈഡിനകത്ത് ഇതിനകത്തോട്ടാണ്. അപ്പോൾ അതായിരുന്നു കോട്ട സ്റ്റേഷൻ. ഇപ്പോഴത്തെ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ചാന്ദിമി രാത്രിയാണ് ഇപ്പുറം. ഇനിയിപ്പോൾ ഉടനെ വല്ല ട്രെയിനും വരുമെന്ന് എനിക്കറിയില്ല. കാര്യം 6:55 അഹമ്മദാബാദ് വണ്ടി പോകുള്ളൂ, അസർവ വണ്ടി പോകുള്ളൂ. അപ്പോൾ അവൻ പോകുന്നവരെ ആ പ്ലാറ്റ്ഫോമിലോട്ട് വേറെ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു മെമു വരുന്നുണ്ട്. കോട്ട ജംഗ്ഷൻ അവസാനിക്കുന്ന മെമുമാണ്. 8 കാർ. കാറല്ല, 12 കാറാണ്. ഫ്രണ്ടിൽ 8 എന്ന് എഴുതിക്കുന്ന വേറെന്തും ആയിരുന്നു. ബാക്കിലത്തെ കോച്ചിൽ 6 എന്നുണ്ടായിരുന്നു. അകത്തോട്ട് പോകാൻ നടന്നായിരുന്നു. യാത്രാ വണ്ടിയൊന്നുമല്ല, ട്വിൻ GZB വാഫൈസ് ആയിരുന്നു. കുറേ ടൈപ്പ് ഓഫ് കോച്ചസ് ഉണ്ടായിരുന്നു. നല്ല സ്പീഡ് ട്രയൽ കോച്ചസ് ആയിരിക്കും അത്. ഒരു ചെറിയ കനാലുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ പകൽ വെളിച്ച കാഴ്ചകൾ അവസാനിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും എനിക്ക് നാഗദ റൺ ത്രൂ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ രത്ലാമും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും, എന്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും ഡിന്നറേയും കാണിക്കും. ഞാൻ അകത്തേക്ക് പോകാൻ ഒരുക്കുമ്പോൾ സഡനായിട്ട് എന്തെങ്കിലും ഒരു കാഴ്ച വരും. ഇപ്പോൾ ആ ഫ്രണ്ടിലൊരു പുതിയ സ്റ്റേഷൻ തന്നെ പണിയുന്നുണ്ട്. എനിക്കൊന്ന് പുതിയൊരു ടെർമിനൽ ബിൽഡിംഗ്, പുതിയ ടെർമിനൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നത് കോട്ടയുടെ. ഇവിടുത്തെ തന്നെ സാറ്റലൈറ്റ് സ്റ്റേഷനല്ലായിരിക്കും. വലിയ റൂഫൊക്കെ പണിത് വരുന്നുണ്ട്. സ്കൈ എയർ കോൺകോൾസ് ഉണ്ട്. നല്ല ഭംഗിയിൽ പ്ലാറ്റ്ഫോമൊക്കെ പണിതിട്ട്. എൻ്റെ പേരറിയില്ല, പേരൊക്കെ നോക്കാം. ഇങ്ങനൊരു സാധനത്തെ ഞാൻ ഇവിടെ വായിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുക കേൾച്ചത്. ഇതാണ് ന്യൂ കോട്ട സ്റ്റേഷൻ.
പണി നടക്കുന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് പ്ലാറ്റ്ഫോം ഒന്നുമില്ല, റൈറ്റ് സൈഡിലോട്ടാണ് പ്ലാറ്റ്ഫോംസ് ഉള്ളത്. അപ്പുറത്ത് വലിയ ടെർമിനൽ ബിൽഡിംഗ് ഉണ്ട്, നല്ല വലിയൊരു ടെർമിനൽ ബിൽഡിംഗാണ്. NKOT എന്ന് കോഡും കൊടുത്തിട്ടുണ്ട്. അവിടെ വലിയ ടെർമിനൽ ബിൽഡിംഗാണത്. മുകളിലോട്ട് നേരെ എയർ കോൺകോസ്റ്റ് കയറി പോകുന്ന പോലെ പണിതിട്ടുണ്ട്. കണ്ടതാ എയർ കോൺകോസ്റ്റിലുള്ള വഴി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ടൊരു കുഞ്ഞ് സ്റ്റേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ്. അവിടുത്തെ പഴയ കുഞ്ഞ് സ്റ്റേഷൻ കാണാം. അതിൻ്റെ പേരെന്തായിരുന്നാവോ? നിറച്ച് യാത്രക്കാർ കാത്തു നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതോ വണ്ടി വരുന്നുണ്ട്. ആ സ്റ്റേഷൻ്റെ പേരെന്താ? സ്റ്റേഷൻ്റെ പേര് കണ്ടുകൂടാ. ഇതൊരു സംഭവം പൊളിയായിട്ടുണ്ട്. കോട്ട സ്റ്റേഷൻ ഇപ്പോൾ ഇങ്ങോട്ട് മാറുമായിരിക്കും. അപ്പോൾ നമ്മുടെ രാത്രിയിൽ ഡിന്നർ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും മീൽസ് തന്നെയാണ് പറഞ്ഞത്. തുറന്നേ കാണിച്ചാൽ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പതിപോലെ ദാളുണ്ട്, ഒരു പനീർ കറിയുണ്ട്, ഒരു ഡ്രൈ വെജിറ്റബിൾ ഉണ്ട്, റൈസ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അതുപോലെ പിക്കിളുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ രണ്ട് പതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഫുഡിനകത്ത് ആദ്യം പനീർ കറി ടേസ്റ്റ് നോക്കട്ടെ. ഉച്ചക്കലത്തെ അത്ര പോരാ, നല്ല കൊള്ളാം, സംഭവം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് തൈര് കിട്ടിയായിരുന്നു. ഇതുവരെ തൈരാരൊന്നും വന്നില്ല. തൈരാരൊന്ന് തൈരും കൂടി മേടിച്ച് വെക്കായിരുന്നു. ബാക്കി അത് കഴിച്ച് നോക്കിയിട്ട് പറയട്ടെ. നമ്മൾ നാഗ്ദ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റെയിൽ ഗ്രൈൻഡിങ് വെഹിക്കിളാണ്. ഇതിലൂടെ പോകുന്ന ഏതോ ട്രെയിനിന് പച്ച കിട്ടിയിട്ടുമുണ്ട്. ഫ്രണ്ടിൽ കാണുന്നതാണ് നാഗ്ദ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ നാഗ്ദയിലേക്ക് കയറുമ്പോൾ ഒരു ഫ്രൈറ്റർ ഇറങ്ങിപ്പോണ്ട്. ട്വിൻ G9 ആണ്, PTPN റേക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മരുസാഗർ എക്സ്പ്രസ്സിന് വരുമ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ഒരു ട്രെയിൻ നമ്മുടെ കൂടെ പാരലൽ എൻ്റർ ചെയ്തായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ ഏതോ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അത് യാത്ര വേണ്ടിയാണ്, ഏതാണെന്നറിയില്ല. നമുക്കിവിടെ ഷെഡ്യൂൾഡ് ഹോൾട്ടൊന്നുമില്ല, പക്ഷേ സിഗ്നൽ റെഡാണ്. നിൽക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 കൂടെ റൺ ത്രൂ ആണ്. ഇവിടെ പാരസ്നാഥ് എക്സ്പ്രസ് വരും എന്ന് കാണിക്കുന്നുണ്ട് 9:10 12942. ഈ പാരസ്നാഥ് എക്സ്പ്രസ് കോട്ട നമ്മൾ വിടുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അവൻ എവിടെയോ വെച്ച് ഓവർടേക്ക് ചെയ്തു. ആംബറായി സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ ഇറങ്ങി കടയിലോട്ട് കൂടുന്നു. നാഗദ വഴി ഒരു നോൺ സ്റ്റോപ്പ് റൺ ത്രൂ കിട്ടുമെന്ന് വെച്ചാണ് ഞാൻ കാത്തുന്നത്. നോൺ സ്റ്റോപ്പ് ഒന്നും ഉണ്ടായില്ല, നമ്മൾ നിർത്തിയിട്ടെടുത്തു. എനിക്ക് ഇതുവഴിയൊക്കെ പകൽ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സ്ഥലമൊക്കെ ഒന്ന് പകൽ വെളിച്ചത്തിൽ കാണണമെന്ന്. നമ്മൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്തു അന്ന്, പക്ഷേ ആ ചൂടത്തായിരുന്നു, ആ മെയ് മാസത്തിലായിരുന്നു. ചൂട് സഹിക്കാൻ വേണ്ടി നഗത്തന്നെ ഇരുന്ന് പോയി. അപ്പം അങ്ങനെ നാഗദ ജംഗ്ഷൻ കഴിഞ്ഞു. നമുക്ക് രത്ലാം എത്തിയിട്ട് കാണാം.
അപ്പോൾ നമ്മളങ്ങനെ റത്ലാം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ കവറേജിലെ ലാസ്റ്റ്. ഇത് എത്രാമത്തെ പാർട്ടിലാണ് ഈ വീഡിയോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എഡിറ്റിംഗ് സമയത്ത് തീരുമാനിക്കുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ റത്ലാം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് സേവ് മേടിക്കണം. സമയം 9:32. നമ്മൾ റത്ലാമിലെത്തി. നമുക്ക് ഇവിടുന്ന് അപ്പോൾ ഫോക്സ് നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ റത്ലാമിലെത്തി. ഇവിടത്തോടുകൂടി ഞാൻ ഫസ്റ്റ് ഡേ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ബാക്കി സെക്കൻഡ് ഡേ വിഷ്വൽസൊക്കെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ റത്ലാം സെഷൻ വിടുന്ന കൂടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പം നമ്മളങ്ങനെ റത്ലാമിൽ നിന്നും പുറപ്പെട്ടു. സമയം 9:42. 7 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. 9:35 പോകേണ്ടായിരുന്നു. 9:42 വിടുമ്പോൾ 7 മിനിറ്റ് ലേറ്റ്. ഇന്നത്തെ ദിവസം, അതായത് നമ്മുടെ യാത്രയുടെ ഡേ 1ൻ്റെ വിഷ്വൽസ് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. എനിക്ക് രാവിലെ വസൈ റോഡ് മുതൽ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, DFCയുടെ അപ്ഡേറ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. DFC അവിടെ വരെ എത്തി എന്നൊക്കെ ഒന്ന് അപ്ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ വസൈ റോഡിൽ നിന്ന് വീണ്ടും കവറേജ് ആരംഭിക്കും. അലാം വെച്ച് എണീക്കണം. 5:55 വസൈ റോഡ് ടൈം. അപ്പോൾ ഒരു 5:30 മിനിറ്റ് ഇരിക്കണം നമ്മൾ. എന്നാലേ വസൈ റോഡ് മുതൽ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. വസൈ റോഡ് പൻവേൽ കൊങ്കൺ റെയിൽവേ സ്ട്രെച്ച് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള സ്ട്രെച്ചാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം പിടിച്ച് ബാക്കി സ്കിപ്പ് ചെയ്ത് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റത്ലാം ഒരു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സാണ്. വലിയ ടൗണൊന്നുമല്ല കേട്ടോ റത്ലാം. ഭയങ്കര വലിയ ടൗണൊന്നുമല്ല. ഒരു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സാണ്. പക്ഷേ അപ്പോൾ പിന്നെ ഈ ഒരു ദിവസത്തെ കവറേജ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം. ഇതായിരുന്നു റത്ലാം ജംഗ്ഷൻ. എല്ലാവർക്കും ശുഭരാത്രി. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻ, കമൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം മെത്തേഡ്സ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് നോക്കുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ നമുക്ക് ഒരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. പുതുപുത്തനല്ല, ഇതിൻ്റെ അടുത്ത പാർട്ടിൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you in the next part of this video. Until then, bye-bye.